ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ തിരുവചന ഭാഗം നമുക്ക് മൈക്കിൽ കൂടെ നിയോഗിക്കപ്പെട്ടവർ വായിച്ച് നമ്മെ കേൾപ്പിക്കും. ഇവിടെ സഹോദരന്മാരത് പ്രൊജക്റ്റിൽ നമ്മളെ കാണിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആരും കുനിഞ്ഞിരിക്കരുത്. പുസ്തകത്തിലുള്ളത് തന്നെ പ്രസംഗിക്കുള്ളൂ, പുസ്തകത്തിൽ ഇല്ലാത്തതൊന്നും ഞാൻ പറയുന്ന ആളല്ല എന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ആ വേദഭാഗം റോമാലേഖനം 5-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് ആദ്യം വായിച്ചു കേൾക്കാം. വായിച്ചാട്ടെ. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. മതി 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 ശ്രദ്ധിച്ചാട്ടെ. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം, ആ പദം സൂചിപ്പിക്കുന്നത് യേശുക്രിസ്തു മൂലം എന്നാണ്. യേശുക്രിസ്തു മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ വായിച്ചത്. അങ്ങനെ പ്രവേശിക്കപ്പെട്ടതുകൊണ്ടാണ് നമ്മളെല്ലാം ഇന്ന് കൃപയാൽ ഇതിൻ്റെ അകത്തായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് കൃപയാൽ നമ്മൾ പ്രവേശിച്ചു. അതിനുവേണ്ടി ഒരു മുതൽ മുടക്കും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഒരു നാണയത്തൊട്ട് കൊടുത്തില്ല, ഒരു കിലോമീറ്റർ നടന്നില്ല, ഒരു മെഴുകുതിരി കത്തിച്ചില്ല, നേർച്ച കാഴ്ചാദികളൊന്നും ചെയ്തില്ല. കൃപയാൽ കർത്താവിലുള്ള വിശ്വാസം മൂലം നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിച്ചു. എന്നാൽ ഇന്നിൻ്റെ കാലഘട്ടം, ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു വിപത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നാം നിൽക്കുന്നത് ഈ കൃപയുടെ അകത്ത് തന്നെയാണോ ഈ കൃപയ്ക്ക് പുറത്താണോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മളെത്തി നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, ഈ കൃപയിലേക്ക് കടന്നു വന്നു എന്നുള്ളത് കൊണ്ട് എങ്ങനെയോ നമ്മുടെ ഉള്ളിൽ പതിഞ്ഞു പോയൊരു ചിന്തയുണ്ട്. ആ പതിഞ്ഞു പോയൊരു ചിന്ത എന്ന് പറഞ്ഞാൽ, നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അന്യഭാഷ പറഞ്ഞു, ആരാധിക്കുന്നു. വാട്ട് ഈസ് നെക്സ്റ്റ്? ഇനി എന്താ? ഇനി എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിലെല്ലാം പതിഞ്ഞു കിടക്കുന്ന ഒരു ചിത്രം എന്താ? പറ. നീ കർത്താവ് വരുന്നു, നമ്മൾ പോന്നു. അത് എങ്ങനെയാ പോന്നെ? പ്രാക്കളെ പോലെ ഇങ്ങനെ നമുക്ക് ഒരു പ്രത്യേക സന്തോഷമാണ്. പിന്നെ ചിലർ പറയും, ഈ മാഗ്നറ്റ് കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ ഇരുമ്പും തുരുമ്പും ചാടി ഒട്ടിപ്പിടിക്കുന്ന പോലെ നമ്മൾ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ ഇങ്ങനെ പറന്നു പോകും. നല്ലതാണ്, അതൊക്കെ നല്ലതാണ്. ഈ ചിന്ത നമ്മുടെ അകത്ത് എവിടെയോ അങ്ങ് വല്ലാണ്ട് പതിഞ്ഞപ്പോൾ സംഭവിച്ച എന്താണെന്ന് ചോദിച്ചാൽ, വിശ്വാസ ജീവിതത്തിൻ്റെ ഗൗരവം അങ്ങ് നഷ്ടപ്പെട്ടു. നിങ്ങളുടെ ഏത് പള്ളിക്കാരാ? ഞങ്ങൾ കത്തോലിക്കരാ. അപ്പം നിങ്ങളോ? ഞങ്ങൾ മാർത്തോമക്കാർ. നിങ്ങളോ? ഞങ്ങൾ യാക്കോബക്കാർ. നിങ്ങളോ? ഞങ്ങൾ പെന്തക്കോസുകാർ. അപ്പോൾ പള്ളികളിൽ ഒന്നായി നമ്മൾ മാറി. നിങ്ങൾ എത്ര പേര് യോജിക്കുമെന്ന് എനിക്കറിയില്ല, എന്നാലും സത്യത. ഒരു പള്ളിക്കാരെന്ന നിലയിലേക്ക് വേർപെട്ട ജനം മാറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇന്ന് ഈ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന ദൈവമക്കൾക്ക് മറ്റു ഉത്തരവാദിത്തങ്ങളൊന്നും തന്നെ ഇല്ലേ? ഇനി കർത്താവ് വരികയും നമ്മൾ പോവുകയും ചെയ്യുന്നൊരു അങ്ങനെ ഒരു ചിത്രമാണോ വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ അക്കമിട്ട് പഠിക്കുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് വളരെ ഏകാഗ്രതയോടെ ദൈവസന്നിധിയിലിരിക്കണം. കാരണം ഈ ദൈവവചനം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി ചാടിത്തുള്ളി മറിഞ്ഞ് പിന്നെ രണ്ടുപേരെ തെള്ളിയിട്ട് നടുപൊടിക്കുന്നതൊക്കെ സിമ്പിളാണ്, അതൊക്കെ ആർക്കും പറ്റുന്ന കാര്യം. പക്ഷെ ദൈവവചനം ധ്യാനിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി അതുപോലെ തന്നെ വിശ്വസിക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പിശാച് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് പക്ഷേ ഈ പിശാച് പേടിക്കുന്ന ഒരൊറ്റ ആയുധമേ ഈ പുസ്തകം നമ്മളെ പരിചയപ്പെടുത്തുന്നുള്ളൂ. എന്താണെന്നറിയോ? ദൈവത്തിൻ്റെ വചന. വേറെ ഒന്നും കണ്ട് പിശാച് പേടിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഞങ്ങളെ ചർച്ചിൽ ഇന്ന് ഭയങ്കര ഉണർവായിരുന്നു. ഇന്ന് ഭയങ്കര ഉണർവായിരുന്നു. ഇന്ന് 2 പേര് വീണു എന്നൊക്കെ പറയുന്ന കേൾക്കാറുണ്ട് നാട്ടിൽ. 2 പേര് വീണതാണ് ഉണർവെന്ന് പറയുന്നൊരു ഗതികേട് പോട്ടെ. പക്ഷേ ഞങ്ങളുടെ ചർച്ചിൽ ഇന്ന് ഒരമ്മച്ചിയുടെ മുട്ടിൻ്റെ മുഴ അങ്ങ് മാറി. നല്ല കാര്യമാണ്, മുഴ മാറിയ അമ്മച്ചിക്ക് സന്തോഷം. ഇതൊന്നും കണ്ട് ആര് പേടിക്കുന്നില്ല? പിശാച് പേടിക്കുന്നില്ല. അതിന് ഏറ്റവും വ്യക്തമായ ഒരു തെളിവ് ദൈവവചനത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് 1-2 കാര്യങ്ങൾ പറയുന്നത്.
നോക്കൂ, സാക്ഷാൽ ദൈവമായ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ വന്ന് വെല്ലുവിളിച്ചു. ആര്? പിശാച്. 3 കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. സൺഡേ ക്ലാസ് കുഞ്ഞുങ്ങൾക്ക് അറിയാമല്ലോ. 3 കാര്യം. എന്താ പറഞ്ഞേ? നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുക, പിന്നെ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക, പിന്നെന്താ, ജസ്റ്റ് എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഇതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും ക്ലേശങ്ങളും എല്ലാം മാറി. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഭാഷയിൽ പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് വിടുതലാണ്, അല്ലേ? ബട്ട് 1 കണ്ടീഷൻ, ഒന്ന് നമസ്കരിക്കണം. ഓക്കെ, ഫൈൻ. ഈ 3 കാര്യം പിശാച് യേശുവിനോട് ആവശ്യപ്പെട്ടു. എൻ്റെ ചോദ്യം നിങ്ങളോട്, നമ്മൾ ഒരുമിച്ച് പഠിക്കുവാണല്ലോ, എൻ്റെ ചോദ്യം നിങ്ങളോട്, പിശാച് യേശുവിനോട് ആവശ്യപ്പെട്ട ഈ 3 കാര്യങ്ങൾ അത്ഭുതമാണോ അല്ലയോ? എന്തു പറയുന്നു? ആലോചിച്ച് പറയാമോ? മലയാളി എവിടെ പോയാലും മലയാളിയാന്നുള്ള മിണ്ടുന്നില്ല. അത്ഭുതമാണോ അല്ലയോ? എന്തെങ്കിലും പറ. നിങ്ങൾ ആരും ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. നിങ്ങളുടെ ജോബി പാസ്റ്റർ ചർച്ചിൻ്റെ വെളിയിൽ ഇറങ്ങി 5-6 കല്ല് വാരി മേശപ്പുറത്ത് കൊണ്ടിട്ടിട്ട് യേശുവിൻ്റെ നാമത്തിൽ അപ്പമാകാൻ പറയും. ഉടനെ ആവി പറക്കുന്ന അപ്പമായി അത് മാറുക. അത്ഭുതമാണോ അല്ലയോ? അത് തന്നെയല്ലേ ഞാൻ ചോദിച്ചേ? ഉണ്ടെന്നില്ല. അപ്പോൾ വാട്ട് എ വണ്ടർഫുൾ മിറക്കിൾ, അല്ലേ? അങ്ങനല്ലേ പറയുക? പിന്നെ ഈ മനുഷ്യനെ ഇവിടെ കാണാൻ കിട്ടുമോ? അടുത്ത ആഴ്ച പിന്നെ അമേരിക്ക, അത് കഴിഞ്ഞ് ഇങ്ങനെ അങ്ങ് പോവാം. അപ്പോൾ ഇത്രയും വണ്ടർഫുൾ മിറക്കിൾ ചെയ്യാൻ ആവശ്യപ്പെട്ടത് ആരാണെന്നാണ് എൻ്റെ ചോദ്യം. പിശാച്. പുള്ളിക്ക് അതിനോട് പിണക്കമുണ്ടോ? ഇനി ഇവിടുത്തെ ഒരു 10 നില ബിൽഡിങ്ങിൻ്റെ, ഹീര പ്ലാസയുടെ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് പാസ്റ്റർ പറയാ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ചാടുക, ദൂതന്മാരനെ പിടിച്ചോളൂ എന്ന് പറഞ്ഞ് ചാടി. പുള്ളി താഴെ വന്നു, ഒന്നും പറ്റിയില്ല. അത്ഭുതമാണോ അല്ലയോ? അത്ഭുതം ചെയ്യാൻ ആവശ്യപ്പെട്ടത് ആര്? തലേ കയറുന്നുണ്ടോ? പിശാച്. 3, ഒരാൾ ചിന്തിക്കോ, യേശുവിന് പുറകെ 8-10 വർഷമായി നടക്കുന്നു, ദുരിതം ഒഴിഞ്ഞിട്ടൊരു നേരമില്ല, കടബാധ്യത, ലോണ്, എനിക്കിതൊന്നും വയ്യ. ഒരു കാര്യം ചെയ്യും, പുള്ളി ഇവിടെ പോയി ഒരു സൂപ്പർ ലോട്ടോ ബമ്പർ 25 കോടിയുടെ എടുത്തു. എന്നിട്ട് ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, യേശുവിൻ്റെ പുറകെ നടന്നു കുറേ കാലമായി, നീ എങ്കിലും എന്നെ ഒന്ന് സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് ഒന്ന് നമസ്കരിച്ചു. വൈകിട്ട് റിസൾട്ട് വന്നപ്പോൾ 25 കോടി പുള്ളിക്ക്. അത്ഭുതമാണോ അല്ലയോ? പുള്ളിയുടെ എല്ലാ വിഷയവും മാറി. അത്ഭുതമാണോ? ആവശ്യപ്പെട്ടതാരാ? പിശാച്. എന്നാൽ ഇത് കേട്ടിട്ട് കർത്താവ് എന്ത് ചെയ്തു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കർത്താവ് ഇത് കേട്ട ഉടനെ, പിതാവേ, ഞാൻ ദൈവപുത്രനാണെന്ന് ഇവൻ്റെ മുമ്പിൽ ഇപ്പോൾ ഇവിടെ തെളിയിക്കപ്പെടേണ്ടതിന് ഇപ്പോൾ തന്നെ ഈ കല്ല് അപ്പമാകട്ടെന്ന് കൽപ്പിക്കുന്നു, ഇങ്ങനെ വല്ലതും പറഞ്ഞോ? നിങ്ങളൊക്കെ ബൈബിൾ അറിയുന്നവരാണെന്ന് എനിക്കറിയാം. ഇങ്ങനെ വല്ലതും കർത്താവ് പറഞ്ഞോ? പറഞ്ഞില്ല. കഴിവില്ലാത്തതുകൊണ്ടാണോ പറയാഞ്ഞേ? അല്ല. പകരം ഒരു വചനമെടുത്ത് അവൻ്റെ നെഞ്ചിൻ്റെ നേരെ തൊടുക്കുക. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പം അതാ പോയിന്റ്, എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പം എഴുതിയിരിക്കുന്നു എന്ന് പിശാചിനോട് പറയണമെങ്കിൽ കുറഞ്ഞ പക്ഷം അത് ന്യായപ്രമാണ ചുരുളിൽ എഴുതിയിട്ടുണ്ടെന്ന് അറിയണ്ടേ? അറിയാതെ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? വായിക്കണം. അതല്ലേ ഇന്നത്തെ പരാജയം. ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ നേരെ വരുന്ന ഏതൊരു പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള ആയുധം പുസ്തകത്തിലുണ്ട്, വചനമുണ്ട്. പക്ഷെ അത് എവിടെ കിടക്കും നമുക്കറിയില്ല. നമുക്കറിയുന്ന കുറേ വാക്യങ്ങൾ നമ്മൾ വരയിട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടെ കിടക്കേണ്ടി വന്നു എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിൽ വരാ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി വരാ. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ വിശാല സ്ഥലത്താക്കി വരാ. ഇതെല്ലാം നമ്മൾ വരയിട്ട് വെക്കും. മിണ്ടുന്നില്ല. തുടക്കത്തിലെ കല്ലുകടിയാണെന്ന് അല്ല. ഞാൻ ഏത് സമയത്തും, ഏത് സാഹചര്യത്തിൽ, ഏത് രാജ്യത്തും, എവിടെയും ദൈവവചനം പ്രസംഗിക്കുന്നതിൻ്റെ പിന്നിൽ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ദൈവം സാക്ഷിയായ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. എൻ്റെ മുന്നിലിരിക്കുന്നവർ ഒരാൾ പോലും നഷ്ടപ്പെടാതെ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തണം. അതിന് എൻ്റെ പ്രസംഗം ഉതകുമെങ്കിൽ മനസ്സ് നിറയും സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ട് ദൈവവചനത്തിന് ഇത്രയും പ്രാധാന്യം? ഈ ദൈവവചനമാണ് ഈ പിശാച് ഭയപ്പെടുന്ന ആയുധം. അതിനി ബൈബിളിൽ നിന്ന് മറ്റൊരു തെളിവ് പുതിയ നിയമത്തിൽ തരാം. എടുക്കണ്ട. എഫേസ്യ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ്. എടുക്കാനുള്ളതൊക്കെ ഇഷ്ടം പോലെ ഇനിയുണ്ട്, നമുക്ക് എടുക്കാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം പഠിക്കുമ്പോൾ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കാൻ എഴുതിയിട്ടുണ്ട്. ശരിയല്ലേ? അവിടെ ആയുധ വർഗത്തെക്കുറിച്ചൊരു പിന്നെ ഇത് കൊടുത്തിട്ടുണ്ട്, ലിസ്റ്റ്. എന്താണ്? ശിരസ്ത്രം, പറഞ്ഞോ. സത്യം കിട്ടിയോ? അരയ്ക്ക് സത്യം, നീതി എന്ന കവചം ധരിച്ചു. കണ്ടോ? അപ്പം ബെൽറ്റ്, സത്യം, കവചം, നീതി, കവചം. അടുത്തത് സമാധാന സുവിശേഷത്തിനായുള്ള
ഒരുക്കം കാലിന് ചെരിപ്പാക്കി. കാലിന്റെ ചെരുപ്പ്. അടുത്തത്, എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്ക വിശ്വാസം എന്ന പരിച എടുത്തും പരിച. അപ്പം ബെൽറ്റ്, കവചം, പരിച, ചെരുപ്പ്. അടുത്തത്, രക്ഷ എന്ന ശിരസ്ത്രവും. അപ്പൊ തലയില് ശിരസ്ത്രം, രക്ഷ എന്ന ശിരസ്ത്രം. ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. അപ്പൊ ശ്രദ്ധിച്ചേ, ആദ്യം പറഞ്ഞ അത്രയും ലിസ്റ്റുകളും പ്രതിരോധിക്കാനുള്ളതാണ്. ശത്രുവിൻ്റെ അമ്പുകൾ നമ്മുടെ ശരീരത്തിൽ മുറിവേൽപ്പിക്കാതിരിക്കാൻ പ്രതിരോധിക്കാനുള്ളതാണ്. എന്തൊക്കെ? ചെരുപ്പ്, ബെൽറ്റ്, കവചം, പരിച, ശിരസ്ത്രം. ഇതെല്ലാം പ്രതിരോധമാണ്. മറിച്ച് തിരിച്ചടിക്കാൻ, പ്രതികരിക്കാൻ നമുക്ക് തന്നിട്ടുള്ള ഒരൊറ്റ ആയുധമേ ആ ലിസ്റ്റിലുള്ളൂ. എന്താണ്? ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാൾ. അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങൾ എല്ലാ കാലത്തും ദൈവവചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്. ഈ ദൈവവചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പാരമ്പര്യ സമുദായം വിട്ട് ഇതിലേക്ക് വന്നത്? ആണോ അല്ലയോ? നിങ്ങൾ ചിന്തിക്കേ. മർത്തോമക്കാരെല്ലാം മോശക്കാർ, യാക്കോബക്കാർ മോശക്കാർ, കത്തോലിക്കർ എല്ലാം മോശക്കാർ, പിന്നെ CSIക്കാരെല്ലാം മോശക്കാർ, പെന്തക്കോസുകാർ മാത്രം മിടുക്കന്മാരായോണ്ടാണോ ഇതിനകത്ത് വന്നത്? മനസാക്ഷി തൊട്ട് പറയണോ? അല്ല. ഇന്റർനാഷണൽ കള്ളന്മാർ ഇതിൻ്റെ അകത്തും മിണ്ടുന്നില്ല. ഇല്ലേ? നമ്മുടെ ഇടയിൽ ഇല്ലേ? ഉണ്ടല്ലോ. നമുക്കെല്ലാം നല്ലതും തീയതും നാട്ടിലെല്ലായിടത്തും ഉള്ള പോലെ നമ്മുടെ ഇടയിലും ഉണ്ട്. നമുക്കിതൊക്കെ ലോകം അറിയുന്ന കാര്യങ്ങളാണ്, അതിൽ പ്രശ്നമില്ല. പക്ഷേ നമ്മൾ നീ എന്തിനാടി നല്ലൊരു കുടുംബം വിട്ട് പെന്തിക്കോസി തുള്ളാൻ ഇറങ്ങിയെന്ന് ചോദിച്ചാൽ നമ്മുടെ നാവിൽ ആദ്യം വരുന്ന എന്താ? വചനപ്രകാരം ദൈവത്തെ ആരാധിക്കാനാണ് ഞാൻ വിശ്വാസത്തിലേക്ക് പോയതെന്നാണ് നമ്മൾ പറയുക നാവുകൊണ്ട്. അതേ നമ്മൾ വചനവിരുദ്ധമായ പലതും നാം ഇറങ്ങി വന്നെടുത്ത് നടക്കുമ്പോൾ മൗനം പാലിക്കുന്നു. അപ്പോൾ പിന്നെ എന്തിനാ പള്ളി വിട്ടെ? മനസ്സിലാകുന്നുണ്ടോ എൻ്റെ ചോദ്യം? വചനവിരുദ്ധമായത് ഞാൻ ജനിച്ചു വളർന്ന യാക്കോബയിൽ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ മേല, അത് വിട്ടിട്ട് ഞാൻ ഇവിടെ വരുന്നു. ഇവിടെ വചനവിരുദ്ധമായ ഒരു കാര്യം കാണുമ്പോൾ നമ്മൾ മൗനം പാലിച്ച് സ്വോത്രം പറഞ്ഞ് എഴുന്നേറ്റ് പോകാനാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിന് പള്ളി വിട്ടു എന്നാണ് എൻ്റെ ചോദ്യം. അപ്പം എന്താണ് മാറ്റം വരേണ്ടത്? നമ്മൾ ദൈവവചനത്തിലേക്ക് മടങ്ങി വരണം. വചനത്തിന് വിരുദ്ധമായത് എവിടെ കണ്ടാലും ആര് ചെയ്താലും ആര് പറഞ്ഞാലും അത് തെറ്റാണ് എന്ന് പറയാനുള്ളൊരു നിലപാടാണ് ദൈവ പൈതലിൻ്റെ ആ ഭാഗത്തുനിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത്. ആ നിലപാട് മതി നമുക്ക്. കുടുംബത്തിൽ ഒരമ്മയുടെ വയറ്റിൽ പിറന്ന സ്വന്തം രക്തബന്ധങ്ങളായ സഹോദരങ്ങളെ ഈ പുസ്തകത്തിന് വേണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറായ നമുക്ക്, യാതൊരു ബന്ധവും രക്തബന്ധവും നമുക്കില്ലാത്ത ഒരുത്തൻ വചനവിരുദ്ധമായ ഒരു കാര്യം ചെയ്യുമ്പോൾ അവന് കൈയടിച്ചു കൊടുക്കണമെന്ന് എന്താ നിർബന്ധം? പ്രസവിച്ച അമ്മയെ അപ്പനെ വരെ നമ്മൾ ഈ പുസ്തകത്തിന് വേണ്ടി ഉപേക്ഷിച്ചവരില്ലേ ദൈവസഭയ്ക്കകത്ത്? പിന്നെ എന്തിനും നമ്മൾ ഈ കോംപ്രമൈസിന് തയ്യാറാകണം? അപ്പം നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതും പഠിക്കേണ്ടതും ദൈവവചനത്തിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. വചനം വിട്ട ഒരു കളിക്കും ഞാനില്ല എന്ന് തീരുമാനിക്കുന്നിടത്താണ് നമ്മുടെ നിത്യതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് വചനത്തിന് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു പുരോഹിതൻ പള്ളിയിലച്ചൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് കൂടെ പറഞ്ഞേച്ച് ഞാൻ ഈ വിഷയത്തിലോട്ട് അങ്ങ് പ്രവേശിക്കാം. പള്ളിയിലച്ചൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ പെന്തക്കോസ്തുകാർ എന്തോ പറഞ്ഞാലും ഉടനെ എന്തെടുത്തോണ്ട് വരും? ബൈബിൾ എടുത്തുകൊണ്ട് വരും. ബൈബിളിലുണ്ടോ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവന്മാർക്ക് ഇതിങ്ങനെ പിടിച്ചോണ്ട് ചുമന്നുകൊണ്ട് നടക്കാൻ വേണ്ടി ഈ പെന്തിക്കോസുകാർക്ക് ഈ പുസ്തകം കൊടുത്തത് തന്നെ ഞങ്ങളുടെ പിതാക്കന്മാരാണ്. നിങ്ങൾ കേട്ട് കാണും, സോഷ്യൽ മീഡിയയിലൊക്കെ ഒരച്ഛൻ പറഞ്ഞതാണ്. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. കാരണം അദ്ദേഹം പറഞ്ഞതിൽ ഒരു പരിധി വരെ സത്യമുണ്ട്. എന്താ സത്യം? എന്നിട്ട് അദ്ദേഹം അതിൻ്റെ വിശദീകരണം പറഞ്ഞ കാര്യം കൂടെ ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. അദ്ദേഹം പറഞ്ഞ വിശദീകരണം: 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടം മുതൽ മനുഷ്യരുടെ ഇടയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. സത്യമാണ്. എന്താണ് ആശയക്കുഴപ്പത്തിൻ്റെ കാരണം? അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്: ദൈവത്തിൻ്റെ വചനം, ദൈവം അരുളി ചെയ്ത ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കൂടാതെ ആ കാലഘട്ടത്തിൽ മാനുഷിക കൽപ്പനകളും, ശ്രദ്ധിക്കൂ, മാനുഷിക കൽപ്പനകളും ദുരുപദേശങ്ങളും പരീശന്മാരുടെ കള്ള എഴുത്തുകോലുകളും കൂടിക്കലർന്നിട്ട് ജനത്തിനിടയിൽ എന്തുണ്ടായി? ആശയക്കുഴപ്പമുണ്ടായി. സത്യമാണ്. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ മത്തായി സുവിശേഷത്തിൽ, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നെങ്കിലും അവർ ഹൃദയം കൊണ്ട് എന്നെ വിട്ട് അകന്നിരിക്കുന്നു. എന്താ കാരണമെന്നാണ് കർത്താവ് പറഞ്ഞേ? മാനുഷിക കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട്
ഈ ജനം എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. അപ്പം മാനുഷിക ഉപദേശമുണ്ട്, പരീശന്മാരുടെ കള്ള എഴുത്തുകോലുകളുണ്ട്, ദുരുപദേശങ്ങൾ. പൗലോസ്ലീഹ എത്ര ശക്തമായിട്ടാണ് ദുരുപദേശങ്ങൾക്കെതിരെ ഈ പുസ്തകത്തിൽ ആഞ്ഞടിച്ചിട്ടുള്ളതെന്ന് വചനം വായിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും മനസ്സിലാവും. പൗലോസ്ലീഹ പ്രതികരിച്ച പോലെ ഒന്നും ഷമീർ കൊല്ലം ഒന്നും പ്രതികരിക്കാറില്ല കേട്ടോ. അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ പ്രതികരിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവും. ആ രീതിയിലെ പ്രതികരണം പൗലോസ്ലീഹ നടത്തിയിട്ടുണ്ട്. പോട്ടെ. അപ്പോൾ ഇങ്ങനെ ആശയക്കുഴപ്പം ജനത്തിൻ്റെ ഇടയിൽ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞ വാക്കാണ്, ഞങ്ങളുടെ സഭാപിതാക്കന്മാർ സുനഹദോസ് വിളിച്ചു കൂട്ടി ജനത്തിനിടയിലെ കൺഫ്യൂഷൻ മാറുവാൻ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഏതാണെന്ന് പ്രാർത്ഥിച്ചവർ ഒരുമിച്ച് ദൈവാലോചന പ്രാപിച്ച് കള്ള എഴുത്തുകളും, ശ്രദ്ധിക്കൂ, കള്ള എഴുത്തുകളും ദുരുപദേശങ്ങളും മാനുഷിക നിയമങ്ങളും ഒക്കെ തള്ളിക്കളയണമെന്ന് തീരുമാനിച്ചു. ദൈവത്തിൻ്റെ അരുളപ്പാട് മാത്രം കൈക്കൊള്ളണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ തള്ളേണ്ടതെല്ലാം തള്ളി, കേൾക്കണേ, തള്ളേണ്ടതെല്ലാം തള്ളി കൊള്ളേണ്ടത് മാത്രം കൈക്കൊണ്ട് ഞങ്ങളുടെ പിതാക്കന്മാരാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ ഈ പുസ്തകം ഇങ്ങനെയാക്കി നിങ്ങൾക്ക് അങ്ങോട്ട് തന്നത് എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ കുഞ്ഞാടുകളെല്ലാം ഇരുന്ന് ഭയങ്കര കയ്യടിയും. സന്തോഷം, പെന്തക്കോസ്തുകാരെ പറഞ്ഞുകൊണ്ട് സന്തോഷമാണ്. അദ്ദേഹം പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് അതുവരെയുള്ള കാര്യം ഞാൻ അംഗീകരിക്കുന്നു, സത്യമാണ്, ശരിയാണ്. അതിൻ്റെ കൂടെ ഒരു വാചകവും കൂടെ ചേർത്തേച്ച് നമുക്ക് വിഷയത്തിലോട്ട് വരാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പുരോഹിതൻ്റെ വാക്കുകൾ അനുസരിച്ച് ഒരു കാര്യം നമുക്കിപ്പോൾ ഉറപ്പിക്കാം. എന്താണ്? ഇന്ന് ഈ പുസ്തകത്തിൽ തള്ളേണ്ടതൊന്നും ഇല്ല. മനസ്സിലായോ? ഇന്ന് ഈ പുസ്തകത്തിൽ തള്ളേണ്ടതൊന്നും ഇല്ല, കൊള്ളേണ്ടത് മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. തള്ളേണ്ടതല്ല അന്നേ പിതാക്കന്മാർ തന്നെ എന്ത് ചെയ്തു? തള്ളി. ഇന്ന് ഈ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പെന്തക്കോസ്തുകാർ എന്ത് പറഞ്ഞാലും എന്തെടുത്തുകൊണ്ട് വരുന്നത്? ബൈബിൾ എടുത്തുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ കേൾവിക്കാരായിരിക്കുന്ന ഈ മീഡിയയിലൂടെ കാണുന്നവരോടും വന്നിരിക്കുന്നവരോടും പറയുന്നത്, ആരെന്തും എങ്ങനൊക്കെ പറഞ്ഞാലും നമ്മുടെ അവസാനത്തെ വാക്ക് വിശുദ്ധ വേദപുസ്തകമായിരിക്കട്ടെ. അല്ലാതെ സാമുദായികക്കാരോ മറ്റുള്ള ഇതര സംഘടനകളോ ഒന്നും മോശമായിട്ടല്ല നമ്മൾ വേർപെട്ട് ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയത്. ഈ പുസ്തകം എന്ത് പറയുന്നു അതാണ് നമുക്ക് ആധാരം. അങ്ങനെയെങ്കിൽ റോമാലേഖനം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച ഇതേ തിരുവെഴുത്തിലെ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു, നാം വിശ്വാസത്താൽ സൗജന്യമായി കൃപയിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇനി കർത്താവ് വരുന്നു, നമ്മൾ പോകുന്നു എന്നാണെങ്കിൽ ശ്രദ്ധിക്കണം, എന്തിനാണ് നമ്മൾ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതെന്നും നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെ പറയുന്നൊരു വാചകമുണ്ട്, കർത്താവേ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് ദൈവമേ അങ്ങ് എന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ, വിളിച്ചില്ലായിരുന്നെങ്കിൽ. എൻ്റെ ഉമ്മ പലപ്പോഴും പറയും, അയ്യോ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താണെന്നൊക്കെ പലപ്പോഴും ഉമ്മ ചോദിക്കാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ നമ്മളും ചിന്തിക്കുകയോ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ ദൈവമേ എന്തായിരുന്നു എന്നെ സ്ഥിതി എന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് എൻ്റെ കർത്താവേ നീ എന്നെ വിളിച്ചതിനായി സ്തോത്രം എന്നൊക്കെ നമ്മൾ പറയുന്നവരാ. എന്തിനാ വിളിച്ചേ? ഇന്ന് രാത്രി ആ ഒരൊറ്റ ചിന്ത മാത്രം നിങ്ങളുടെ ഹൃദയപ്പലകയിലൊന്ന് കുറിക്കപ്പെടട്ടെ. എന്തിനാണ് ഈ വിശ്വാസ ജീവിതത്തിലേക്ക് കർത്താവിനെ കൊണ്ടുവന്നത്? എന്തിനാ കൊണ്ടുവന്നത്? അതിന് തിരുവെഴുത്ത് പറയുന്നൊരു മറുപടിയുണ്ട്. ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോട് പറയട്ടെ, ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിച്ചതിൻ്റെ പിന്നിൽ 9 ഉദ്ദേശമില്ല, 8 ഇല്ല, 7 ഇല്ല, 6 ഇല്ല, 5 ഇല്ല, 4 ഇല്ല, 3 ഇല്ല, 2 ഇല്ല, ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്താണ് ആ ലക്ഷ്യം? 2 തെസ്സലോനിക്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 2 തെസ്സലോനിക്യ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന ദൈവ കുഞ്ഞുങ്ങളെ നോക്കി അപ്പോസ്തലന്മാർ പറയുക, ഞങ്ങളെ പോലുള്ളവരുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ പോലുള്ളവരെ ഈ രക്ഷയിലേക്ക് സ്വർഗത്തിലെ ദൈവം വിളിച്ചതിന്റെ പിന്നിൽ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കണം. നമ്മളെ ഈ പെന്തക്കോസ്തെന്ന് നമ്മൾ പറയുന്ന ഈ വേർപെട്ട അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നതിനൊരു ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, നാളെ ബഹ്റിനിൽ നിന്നെ ഒരു കുട്ടി അംബാനിയാക്കി മാറ്റാൻ അല്ല. കർത്താവിനോടുകൂടെ കാഹളനാദത്തിങ്കൽ എടുക്കപ്പെടണം, കർത്താവിനോടുകൂടെ മഹത്വം പ്രാപിക്കണം. പുസ്തകം പറയുന്നത് ഇങ്ങനെയുള്ളൂ.
അതിനപ്പുറത്ത് എവിടുന്നാണ് നമുക്ക് ഇത്തരം ചിന്തകൾ അല്ലെങ്കിൽ ഇത്തരം കാഴ്ചപ്പാടുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത്? അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മളെ വിളിച്ചതിൻ്റെ പിന്നിൽ ദൈവിക ഉദ്ദേശം, നമ്മൾ പലപ്പോഴും പറയുന്ന ജീവനെ തന്ന, രക്തം തന്ന, നമ്മളെ ഈ രക്ഷയിലേക്ക് വിളിച്ച കരുണയുള്ള കർത്താവിൻ്റെ ഉദ്ദേശം, ലക്ഷ്യമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാം പുസ്തകത്തിൽ അങ്ങനെ തന്നെയാണോ എന്ന് നിങ്ങൾ നോക്കുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയിലേക്ക് വിളിച്ചത്. എത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ ഇന്ന് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു റീസ്റ്റോർ ആവശ്യമാണ്. ആമേൻ. പണ്ട് പിതാക്കന്മാരുടെ കാലം എന്നൊക്കെ നമ്മൾ പറയും, വഴിവക്കിൽ നിന്നും തെരുവോരങ്ങളിൽ നിന്നും സുവിശേഷം വിളിച്ചു പറഞ്ഞപ്പോൾ അത് കേട്ടിട്ട് ന്യായമായി ലഭിക്കേണ്ടുന്ന ഓഹരി പോലും ലഭിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട്, മാറി ഉടുക്കാൻ ഒരു ഉടുപ്പില്ലെന്ന് പറഞ്ഞിട്ട്, കൊച്ചുങ്ങളെ കൈക്ക് പിടിച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ വന്ന് തെക്കോട്ട് പോകണോ വടക്കോട്ട് പോകണോ എന്നറിയാതെ കണ്ണും തള്ളി നിന്നിട്ട് ഈ പുസ്തകമെടുത്ത് ഒരു കൂട്ടം ആളുകൾ ഇറങ്ങിത്തിരിച്ചൊരു ചരിത്രം നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇന്ന് നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കുന്നു എന്ന് ചിന്തിച്ചിട്ട് വേണം ഈ ഹോള് വിട്ടു പോകാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. ആരാണ് നമ്മളെ ഈ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റിയത്? എന്താണ് നമ്മളെ ഈ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റിയത്? നമ്മളത് ഇന്ന് നാളെയുമായി മനസ്സിലാക്കിയിട്ട് വേണം ഈ യോഗത്തിൽ നിന്ന് പോകാൻ. കാരണം നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും 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 വാതിക്കലായി നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ ഒരു സീലടിച്ച് ചിന്ത നമ്മുടെ അകത്തിരിക്കുന്നത് കൊണ്ട്, ഇനി കർത്താവ് വരും ഞാൻ പോകും എന്നുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ നിത്യതയെക്കുറിച്ച് ചിന്തിക്കാനൊന്നും ഇപ്പോൾ നമുക്ക് എന്തില്ല, നേരമൊന്നുമില്ല. നമുക്കിപ്പോൾ ചിന്ത എന്താ? ഇസ്രായേലിന് എന്ത് സംഭവിക്കും അല്ലേ? നമ്മുടെ കൂലങ്കഷമായ ചർച്ച. അവിടെ ഇനി എന്ത് സംഭവിക്കും? അവിടെ പള്ളി പണിയോ, അവിടെ അടി ഉണ്ടാവുമോ, വെടി ഉണ്ടാവുമോ, ഇനി പശുവിനെ കണ്ടിക്കോ, ചുവന്നതിനെ കണ്ടിക്കോ, കറുത്തനെ. ഇവിടെ അങ്ങ് ഭയങ്കര അന്താരാഷ്ട്ര കൂലങ്കഷ ചിന്തയാണ്. എടാ, ഇന്നല്ലെങ്കിൽ നാളെ ഇസ്രായേലിനോടുള്ള ബന്ധത്തിലൊരു രക്ഷ ദൈവം കരുതിയിട്ടുണ്ടത് അവർക്ക് കിട്ടും. നീയും ഞാനും പോവുമോ മേപ്പോട്ടെ? അത് നമ്മൾ ഈ കാഹളം നാദം മുഴങ്ങും നമ്മൾ ഇങ്ങനെയാണല്ലോ. അങ്ങനെയാണോ ഇന്ന് രാത്രി നമ്മളൊന്ന് പരിശോധിക്കാൻ പോവാം. അപ്പം നമ്മളെ രക്ഷയിലേക്ക് വിളിച്ചതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പുസ്തകത്തിൽ നിന്ന് മനസ്സിലായി. ഷമീർ കൊല്ലത്തിൻ്റെ വാക്കുകളൊന്നും ആരും അങ്ങനെ തന്നെ എടുക്കണമെന്ന് ഞാൻ പറയത്തില്ല. പുസ്തകത്തിലാണെങ്കിൽ എടുക്കണം. ഇനി വ്യാഖ്യാനിച്ചു എന്ന് തോന്നിയാൽ നിങ്ങൾ ഒന്നുകൂടെ പ്രാർത്ഥിച്ചിട്ട് എടുത്താൽ മതി. ഞാനിവിടെ വായിക്കുന്ന വേദഭാഗങ്ങളൊന്നും വ്യാഖ്യാനമല്ല, എഴുതപ്പെട്ടിരിക്കുന്ന അതുപോലെ അങ്ങോട്ട് കാണിച്ചു തരിക. അപ്പം നമ്മളെ വിളിച്ചതിൻ്റെ ഉദ്ദേശം എന്താ? പറ, ഇനി പറ. നമ്മളെല്ലാം കർത്താവിനോട് കൂടെ എന്ത് ചെയ്യണം? മഹത്വം പ്രാപിക്കണം. അതിനെന്ത് ചെയ്യണം? തൊട്ടടുത്ത വാക്യം ഒന്ന് വായിച്ചേ. ആകയാൽ സഹോദരന്മാരെ. അപ്പൊ കണ്ടിന്യൂവേഷൻ ആയിട്ട് പറയുക. ആകയാൽ സഹോദരന്മാർ, അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിന്ന്. കേട്ടോ, നിങ്ങൾ ഉറച്ചു നിൽക്കണം. ദൈവമക്കളെന്ന് പറഞ്ഞേ, മഹത്വം പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. പകുതി വഴിക്ക് ഇട്ടേച്ച് പോകുന്നവനൊന്നും മേപ്പോട്ട് പോവുകയല്ലാന്ന്. അയ്യോ ഞാൻ മടുത്തു, എനിക്ക് വേണ്ട, ഓ ഇവന്തിക്കോ സൈമാരെല്ലാം കള്ളന്മാർ ആയിക്കോട്ടെ, അതുകൊണ്ട് നിനക്ക് പോകണ്ടേ മേപ്പോട്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ടത് എന്തിനാ? അപ്പുറത്തെ വീട്ടിലെ പിന്നെ ചാക്കോച്ചൻ സ്വർഗത്തിൽ പോയാൽ എനിക്കും പോകണം. ചാക്കോച്ചൻ പോയില്ലല്ലോ, ഞാനും പോകുന്നില്ല. അങ്ങനാണോ? ആര് പോയില്ലേലും നമ്മുടെ ലക്ഷ്യം എന്താ? ആര് പോയില്ലേലും എനിക്കെൻ്റെ കർത്താവിൻ്റെ മുഖം കാണണം, എനിക്കെൻ്റെ കർത്താവിൻ്റെ അടുക്കലെത്തണം. അതിനുവേണ്ടിയാണ് വില കൊടുത്ത് ഞാൻ ഇറങ്ങി തിരിച്ചതെന്ന ബോധ്യം എല്ലാ കാലത്തും നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പറയാം, ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ഉറച്ചു നിൽക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? പറ. ഞങ്ങൾ അപ്പോസ്തലന്മാർ വാക്കിനാലോ ലേഖനത്താൽ അഥവാ എഴുത്തിനാലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചോണോ. എന്തിന്? മഹത്വം പ്രാപിക്കാൻ. അപ്പൊ ദൈവസഭയ്ക്ക് എന്തുണ്ട്? പറയങ്ങോട്ട് പ്രമാണമുണ്ട്. ഉണ്ടോ? ഉണ്ട്. ദൈവസഭ കുത്തഴിഞ്ഞ പുസ്തകമല്ല. ദൈവസഭ പ്രമാണമുള്ളതാണ്. എന്ത് പ്രമാണം? വാക്കിനാലും എഴുത്തിനാലും അപ്പോസ്തലന്മാർ നമുക്ക് തന്ന പ്രമാണം. അതാണ് ദൈവസഭയുടെ പ്രമാണം. മനസ്സിലാകുന്നുണ്ടോ? അയ്യോ പാസ്റ്ററെ, ഈ വാക്കിനാലും എഴുത്തിനാലും അപ്പോസ്തലന്മാർ സഭയ്ക്ക് തന്ന പ്രമാണം അതെന്തോ? അത്
വാക്കിനാൽ ഉള്ളത് അപ്പസ്തോല പ്രവൃത്തിയിലും എഴുത്തിനാൽ ഉള്ളത് ലേഖനങ്ങളിലും. അതാണ് സഭയുടെ പ്രമാണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്ന ദൈവദാസന്മാർ പറയുന്നത് ഈ ലേഖനങ്ങളെന്ന് പറഞ്ഞാൽ ദൈവസഭയ്ക്ക് നൽകപ്പെട്ട നിധി കുടങ്ങൾ. അതാണ് ലേഖനങ്ങൾ. ഞാൻ വിശ്വാസികളോട് പറയും, ഏതൊരു പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ളൊരു കൃപ വേണോ, നിങ്ങൾ ലേഖനം പഠിച്ചാൽ മതി. അത്ര മനോഹരമായ പഥ്യ ഉപദേശങ്ങളാണ് ലേഖനങ്ങളിൽ കിടക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇന്ന് നമ്മുടെ സഭകളിൽ പോലും എല്ലാ ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോൾ നമ്മൾ തന്നെയും പിന്നെ രക്തസ്രാവക്കാരിയെ വിടുവിച്ച ദൈവം, നയ്യനെന്ന് പറഞ്ഞപ്പോൾ പട്ടണത്തിൽ കൊച്ചിനെ ഉയർപ്പിച്ച ദൈവം, കാണാതെ പോയ ദ്രഹ്മ തിരിച്ചു തന്നതുപോലെ നിന്റെ നഷ്ടപ്പെട്ട ചിലത് തിരിച്ചു കിട്ടുക. ഇത് വിട്ടങ്ങോട്ട് പോണില്ല ഇവന്മാര്. അത് ഒരു കാലം ഉപവാസ പ്രാർത്ഥനയായിരുന്നു. ദാവീദും ഗോലിയാത്തും തന്നെയും പിന്നെ 5 കല്ലും കവണയും ഇത് അടിച്ചടിച്ച് എത്ര വട്ടം ഗോലിയാത്ത് ചാത്തു. എന്നിട്ടും ഇതിനൊന്നും ഒരു മാറ്റം വരുന്നില്ല. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, ലേഖന പഠനങ്ങളിലേക്ക് വിശ്വാസികൾ തിരിയേണ്ട കാലം അതിക്രമിച്ചു. സ്തോത്രം. ഞാൻ തമാശയല്ല ഇവിടെ പറയുന്നത്, നിങ്ങളുടെ നിത്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഒരു രാജ്യം വിട്ടൊരു രാജ്യത്ത് വന്ന് നിങ്ങളുടെ മുമ്പിൽ അത്യാവശ്യം കിട്ടിയ സമയത്ത് 10 മിനിറ്റ് കൊണ്ട് നിങ്ങളെ ഒന്ന് സ്പ്രിങ്ങേലാക്കിയിട്ട് പോകാനൊന്നും അറിയാത്തത് കൊണ്ട് അബദ്ധം പറയുന്നതല്ല. 23 വർഷമായി ഇതിൻ്റെ ഇടയ്ക്ക് കിടന്ന് കണ്ടും കേട്ടും പഠിച്ച് എനിക്ക് സ്പ്രിങ്ങേലാക്കാൻ അറിയാം. തൊണ്ടയ്ക്കകത്ത് മാക്രി വെച്ചിരിക്കുന്ന പോലെ എന്ന് എന്ന് പറഞ്ഞൊക്കെ പെരുപ്പിക്കാൻ എനിക്കറിയാം. പക്ഷെ നിങ്ങളെ പറ്റിച്ചുകൊണ്ട് ഇവിടുന്ന് ഒരു 10 രൂപ പറ്റിച്ച് കിട്ടിക്കൊണ്ട് പോയിട്ട് എൻ്റെ കുഞ്ഞുങ്ങളത് അനുഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പകരം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തണം. നമ്മൾ നഷ്ടപ്പെട്ടവരായി പോകരുത്. അതുകൊണ്ട് പറയുകയാണ്, ദൈവസഭയ്ക്ക് പ്രമാണമുണ്ട്. വാക്കിനാലും എഴുത്തിനാലും നമുക്ക് നൽകപ്പെട്ട പ്രമാണങ്ങളിലാണ് ദൈവസഭ നിലനിൽക്കേണ്ടത്. എന്തിനാണ് ഈ ലേഖനങ്ങൾ? ഇനി ശ്രദ്ധിച്ചോ, കാതലായ വിഷയത്തിലോട്ട് നമ്മൾ കയറാൻ പോവാം. ഈ ലേഖനങ്ങൾ എന്തിനാണ്, ആർക്കാണ്? ഒന്ന് ശ്രദ്ധിച്ചേ. ലേഖനങ്ങൾ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് മുഴുവൻ ആരെയാണെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചേ. ലേഖനങ്ങളല്ല അഡ്രസ്സ് ചെയ്തിരിക്കുന്ന ആരെയാണ്? ഗലാത്യ സഭയിലെ വിശ്വാസികളായ വിശുദ്ധന്മാർക്ക്, എഫേസ്യ സഭയിലെ വിശുദ്ധന്മാർക്ക്, കൊരിന്ത് സഭയിലെ വിശ്വാസികളായ വിശുദ്ധന്മാർക്ക്, കൊലോസ്യ സഭയിലെ വിശുദ്ധ ഗണത്തിന്. ഈ ലേഖനങ്ങൾ മുഴുവൻ എഴുതപ്പെട്ടത് ആർക്കാ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരുമായി വിശുദ്ധന്മാർക്കാണ് എഴുതപ്പെട്ടത്. ആണോ? അതെ. ഇന്നാളെ ഒരാൾ പറഞ്ഞു, പിന്നെ കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയെങ്കിൽ കോഴഞ്ചേരിക്കാർക്ക് എന്തുവാന്ന്. അത് ഓരോ ഉടായ്പ നോക്കണം. അത് കൊരിന്ത് സഭയിൽ അന്ന് പിന്നെ കുറച്ച് പ്രശ്നക്കാരൊക്കെ ഉണ്ടായിരുന്നു പാസ്റ്ററെ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇടയിൽ ഇപ്പോൾ പ്രശ്നക്കാരൊന്നും ഇല്ല. അന്ന് കൊരിന്തിൽ അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് അന്ന് എഴുതിയതാണ് കൊരിന്ത്യയിൽ. അപ്പം മറ്റേതോ അത് റോമയിലുള്ളവർക്ക്, മറ്റേതോ അത് ഗലാത്തിലുള്ളവർക്ക്. അപ്പം ബഹറിനിലുള്ള ലേഖനം എന്ന് വരും, കൊല്ലത്തുകാർക്കുള്ള ലേഖനം എന്ന് വരും. ഇങ്ങനെയൊക്കെയാണ് അറിവില്ലായ്മ പഠിച്ച് കയറുന്നത്. ഞാൻ ഇപ്പോൾ പെന്തക്കോസിൻ്റെ ഒരു പ്രസൻറ്റ് ടെൻസിലെ ഒരു ഗ്രാഫ് പരിശോധിച്ചാൽ എനിക്ക് മനസ്സിലായൊരു സത്യം പറഞ്ഞാൽ പിണങ്ങരുത്. 10ാം ക്ലാസ്സിൽ നിന്ന് നേരെ അംഗൻവാടിയിലോട്ട് പോവുക. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ നിന്ന് നേരെ 11ിലോട്ട് പോകേണ്ടതിന് പകരം അംഗൻവാടിയിലോട്ട് പോകുന്ന അവസ്ഥ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. വേദനയുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം. 1 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ. 1 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം വേഗത്തിൽ വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 1:1. ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സോസ്തെനേസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് എന്ന് എഴുതിയിട്ട് കുത്താണോ കോമയാണോ? കോമ. നിങ്ങളുടെ ബൈബിളിൽ കോമ. കുത്തല്ല, അവിടെ നിർത്തിയില്ല. കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് എന്ന് എഴുതി നിർത്തിയില്ല, ഒരു കോമ ഇട്ടിട്ട് പിന്നെ എഴുതിയിരിക്കുന്നത് എന്താ? ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്ക് തന്നെ എഴുതുന്നത്. ഇവിടെയായാലും അവിടെയായാലും എവിടെയായാലും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീ വീണ്ടെടുക്കപ്പെട്ടതാണോ നിനക്ക് തന്നെ എഴുതുന്നത്. അപ്പൊ ലേഖനങ്ങൾ നമുക്ക് ആപ്ലിക്കബിൾ ആണ്. അതെന്നോ കൊരിന്ത്യർക്ക് എഴുതി നമുക്ക് വേണ്ട, അല്ല. ദൈവസഭയുടെ പ്രമാണങ്ങളാണ് ലേഖനങ്ങൾ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല എന്ന് വെക്കുക. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അന്യഭാഷ പറഞ്ഞു, പിന്നെ കർത്താവ് വരുന്നു പോകുന്നു, അങ്ങനെയാണെന്നിരിക്കട്ടെ. മേ ബി അങ്ങനെയാണെന്നിരിക്കട്ടെ, ഒരു വാദത്തിന് വേണ്ടി അങ്ങനെയാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ
ബൈബിളിൻ്റെ പുസ്തകക്രമം എങ്ങനെ ആയിരിക്കണം നിങ്ങൾ പറ. ബൈബിളിൻ്റെ പുസ്തകക്രമം എങ്ങനെ ആയിരിക്കണം? മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. കാരണം ഒരാൾ രക്ഷിക്കപ്പെടാൻ ആവശ്യം എന്തുവാ പറ? സുവിശേഷം 4 ഉണ്ടല്ലോ. സുവിശേഷം 1 ഉള്ളൂ, 4 പുസ്തകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഇനി ഒരു ഇച്ചിരി അത്ഭുതം അടയാളവും ഒക്കെ ഇല്ലെങ്കിൽ ഒരു ഗുമ്മില്ല. അതുകൊണ്ട് അപ്പസ്തോല പ്രവൃത്തിയും കൊണ്ടിരിക്കട്ടെ. ഇനി കർത്താവ് വരുന്നു, നമ്മൾ പോകുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തും കൂടെ മതി? വെളിപ്പാടും കൂടെ മതി. ഇതിനിടയ്ക്ക് ലേഖനത്തിൻ്റെ ആവശ്യമുണ്ടോ? ലേഖനം മുഴുവൻ സംസാരിക്കുന്ന ആരോടാ? ഈ അകത്ത് വന്നവനോട് എന്താ പറയുന്നത്? ഗലാത്യ സഭയിലെ വിശ്വാസികളായ വിശുദ്ധന്മാരോട്, ആകയാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്പക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്, ഈ വക പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കത്തില്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങളോട്. ശ്രദ്ധിക്കൂ, നിങ്ങളോട്. ആരായി നിങ്ങൾ? എന്നാ എടുക്കപ്പെട്ടോ? ആരായി നിങ്ങൾ? നമ്മൾ വിശ്വാസികളായ വിശുദ്ധന്മാരോട് പറയും. ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു. അപ്പോൾ ഗലാത്യ സഭയിലെ കമ്മിറ്റിക്കാർക്ക് അങ്ങ് ദേഷ്യം വന്നു. അവർ കമ്മിറ്റിക്കാരെഴുന്നിട്ട്, താനെന്തോടോ ഞങ്ങൾ ആരാന്നറിയോ? ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അന്യഭാഷ പറഞ്ഞ് 2 തമ്പേർ അടിച്ചു പൊട്ടിച്ച് 3ാമത്തെ കുമ്പനാട്ട് പോയി മേടിച്ച ടീമാണ് ഞങ്ങളോട് പറയുന്നത്. ഇതൊക്കെ ഞങ്ങളോട് പറയാതെ വല്ല പിന്നെ ശങ്കരനോടോ മുഹമ്മദിനോടോ പോയി പറയടോ എന്ന് പറഞ്ഞോ? ഇല്ല, വിശ്വാസികളോടാണ് പറഞ്ഞത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഗലാത്യ സഭയിലെ വിശ്വാസി ഗണമായി അകത്തും കയറി. പക്ഷേ ഈ പറഞ്ഞത് നിൻ്റെ അകത്തിരിപ്പുണ്ടെങ്കിൽ ദൈവരാജ്യത്തിൽ നിങ്ങൾ പോകത്തില്ലെന്ന്. എന്നാ പൗലോസിന് അത്രയ്ക്ക് ബോധമില്ലേ? പ്രൈസ് ദി ലോർഡ്. അവർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പിന്നെ അന്യഭാഷ പറഞ്ഞ് ബഹളം വെച്ചു, പള്ളിക്കകത്ത് കയറി തുള്ളിച്ചാടി താഴോട്ട് വീണു എന്നുള്ളതല്ല നിത്യതയുടെ മാനദണ്ഡം. അതിൻ്റെ അപ്പുറത്ത് ഈ വിശ്വാസ ജീവിതം കുഞ്ഞു കളിച്ചു കൊണ്ടുപോകാനുള്ള ഒന്നല്ല. അതിനപ്പുറത്ത് ഗൗരവമായി ചിന്തിക്കേണ്ടുന്ന വിഷയങ്ങൾ ഇതിൻ്റെ അകത്ത് ഉപദേശമായി നൽകപ്പെട്ടിട്ടുണ്ട്. എന്താണ്? 1, വിശ്വാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ച നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒന്നാമത്തെ ഉത്തരവാദിത്വം, നാം ഇറങ്ങിയ അല്ലെങ്കിൽ നാം പ്രവേശിച്ച, വിശ്വാസത്താൽ പ്രവേശിച്ച ഈ കൃപയിൽ നിലനിൽക്കണം. പാടാ. ഇറങ്ങാൻ എളുപ്പം അല്ലേ? പുതിയ SI ചാർജ് എടുത്ത പോലെ. ചിന്തിച്ചു നോക്കിയേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ഓർക്കും. രക്ഷിക്കപ്പെട്ട കാലം 2002 രക്ഷിക്കപ്പെട്ട സമയം. ആരെ കണ്ടാലും സുവിശേഷം, ആരെ കണ്ടാലും ട്രാക്ട് കൊടുപ്പ്, എന്തുമായിരുന്നു, ഒരു ഫയറായിരുന്നു എന്ന് പറയാം അല്ലേ? പുതിയ SI ചാർജ് എടുത്ത പോലെ ആയിരുന്നു. നിങ്ങളും അതുപോലെ ഒന്ന് ഇപ്പം ഇരുന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. രക്ഷിക്കപ്പെട്ട ആ ഒരു സമയം, ഇപ്പം ഈ ഇരിക്കുന്ന സമയം. അന്ന് ആവേശമായിരുന്നു, ഇപ്പം പരവേശം. മാറ്റമുണ്ട് നമുക്കല്ലേ? മാറ്റമുണ്ട്. അപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ട ഇറങ്ങി തിരിച്ച ആ കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് ദൂരം നമ്മൾ മുമ്പോട്ട് പോയിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ കൃപയിൽ നമ്മൾ എന്ത് ചെയ്യണം? നിലനിൽക്കണമെന്ന് പറയുന്നൊരു കാര്യം ദൈവവചനം കൃത്യമായിട്ട് നമ്മളോട് ആവശ്യപ്പെടുക. തെളിവുകളിലേക്ക് നമുക്ക് വരാം. ഒരു വാക്യം കൊണ്ടല്ലല്ലോ ഉപദേശം സ്ഥാപിക്കേണ്ടത്. വാക്യങ്ങളുടെ ഒരു നിരയിലേക്ക് നമുക്ക് വരാം. വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 13:43. 1, നിലനിൽക്കണം. ഇനി രണ്ടാമത്തെ ചിന്ത, എന്തിന് നിലനിൽക്കണം? അതൊക്കെ നമുക്ക് പിന്നാലെ ചിന്തിക്കാം, ഇന്ന് നാളെയുമായിട്ട്. ഇപ്പം നിലനിൽക്കണം എന്ന് പറയുന്നത് ഉപദേശമാണോ? വായിക്കേ. പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിലും പലർ പൗലോസിനെയും ബർന്നബാസിനെയും അനുഗമിച്ചു. അവർ അവരോട് സംസാരിച്ചു, ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. അപ്പം നാം സൗജന്യമായി ഈ കൃപയിലേക്ക് പ്രവേശിച്ചെന്ന കുറിവാക്യം. പക്ഷെ പ്രവേശിച്ച കൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. വേണോ? കൃപയിൽ തന്നെയാണോ നമ്മൾ നിലനിൽക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഇതിപ്പോൾ ഇങ്ങനെ ഒന്നും ഇല്ലേലും നമ്മൾ രക്ഷിക്കപ്പെട്ടല്ലോ, സ്നാനം മുങ്ങിയല്ലോ, മുങ്ങി. സഭ രജിസ്റ്ററിൽ പേരുണ്ടല്ലോ, ഉണ്ട്. അന്യഭാഷ പ്രാപിച്ചോ, അതൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ കർത്താവ് വരും, നമ്മൾ പോകും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത്രയ്ക്ക് ബോധമില്ലാത്തവരായിരുന്നു അപ്പോസ്തലന്മാർ. ഓക്കെ, നമ്മളൊക്കെ വലിയ ഡിഗ്രി പഠിച്ച് മേലെ കയറിയ ആളുകളൊക്കെ ആയിരിക്കാം, സമ്മതിച്ചു. അപ്പോസ്തലന്മാർ അത്രയും വലിയ മോശക്കാരൊന്നും അല്ലല്ലോ. അവർ പഠിപ്പിച്ചതല്ലേ നമ്മൾ ഇന്ന് പഠിച്ച് ഏറ്റവും ടോപ്പിലെത്തിയതൊക്കെ. ഞങ്ങളുടെ നാട്ടിൽ ഒരാളുണ്ട്, ഭയങ്കര പഠിത്തമായിരുന്നു. പഠിച്ച് കയറിയിട്ട് ഇപ്പം വഴി കാണുന്ന പോസ്റ്റിനോടൊക്കെ വർത്താനം പറഞ്ഞ് നടക്കും. നോക്കൂ, ദൈവവചനം കൃത്യമായി പറയാം, ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു.
ഇനി 14:22 വായിച്ച്. 14:22. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും. ഒരു പദവും കൂടെ ചേർത്ത് അതിന് മുമ്പ് നാം എന്നൊരു പദമുണ്ടല്ലേ? ഉണ്ടോ? ഉണ്ടോ? വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും ആ. നാം അനേകം നാം കഷ്ടങ്ങളിൽ കൂടെ. നാം അതെ അവിടെ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. ഈ വാക്യത്തിന്റെ അർത്ഥം എന്താ? നമ്മുടെ ജീവിതത്തിൽ അനേകം കഷ്ടങ്ങൾ വരും. അപ്പോഴും നമ്മൾ എവിടെ നിലനിൽക്കണം? എവിടെ നിലനിൽക്കണം? വിശ്വാസത്തിൽ നിലനിൽക്കണം. ആണോ? വചനമാണോ ഇത്? എല്ലാവരുടെയും പുസ്തകത്തിലുള്ള കാര്യമാണോ ഞാൻ ഈ പറഞ്ഞേ? ആണ്. അപ്പം നാം അഥവാ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ അനേകം കഷ്ടത്തിലൂടെ പോകണമെന്ന് ദൈവവചനം പറയുമ്പോൾ അപ്പുറത്ത് തങ്കും താരവും വന്നിട്ട് പറയുകയാണ് കഷ്ടമില്ല, അനുഗ്രഹത്തിൻ്റെ കവിഞ്ഞൊഴുക്കാന്ന് പറഞ്ഞാൽ ഈ എഴുതപ്പെട്ടതാണോ സത്യം? അപ്പുറത്ത് പറഞ്ഞു കേൾക്കുന്നതാണോ സത്യം? നിങ്ങൾ പറ. നിങ്ങൾ പറയണം. നിങ്ങൾ അങ്ങനെ കള്ളത്തരം കാണിച്ചൊന്നും ഇരിക്കണ്ട. പറ, ഇതിലേതാ സത്യം എന്നങ്ങ് പറഞ്ഞാൽ മതി. അല്ലാതെ ഷമീർ പാസ്റ്റർ പറയുന്ന പോലെ നിങ്ങളാരും വിമർശിക്കാനൊന്നും പോണ്ട. ഇതിലേതാ സത്യം എന്ന് പറഞ്ഞാൽ മതി. വിമർശനമൊക്കെ എൻ്റെ തലയിലാണല്ലോ, ഞാൻ ഏറ്റോളാം, പോട്ടെ. ഇതിലേതാ സത്യം എന്ന് പറഞ്ഞാൽ മതി. ഈ എഴുതപ്പെട്ട തിരുവചനമാണോ സത്യം? അതോ ഈ തിരുവചനത്തിന് തലയിൽ ചവിട്ടിക്കയറി നിന്ന് പുറത്തൊരാൾ വിളിച്ചു പറയുന്നു രക്ഷിക്കപ്പെട്ട ദൈവമക്കള് ഒരു കഷ്ടവും ദുരിതവും ഒന്നുമില്ല, അനുഗ്രഹത്തിൻ്റെ ഒഴുക്കിലേക്കാണ്, ഇന്ന് ബെൻസ് ആണെങ്കിൽ നാളെ ഓടിയാണ്, അതിൻ്റെ അപ്പുറത്ത് വേറൊരെണ്ണമാണ് എന്ന് പറയുന്ന ഇതാണോ ശരി? ഇതാണോ ശരി എന്ന് മാത്രം പറഞ്ഞാൽ മതി. പറഞ്ഞോ. തിരുവചനമാണ് ശരിയെങ്കിൽ ദൈവമക്കൾ പട്ടുമെത്തയിൽ കിടക്കാൻ വിളിക്കപ്പെട്ടവരല്ല. കഷ്ടത്തിലൂടെയും പ്രതികൂലത്തിലൂടെയും പ്രതിസന്ധിയിലൂടെയും നിന്ദയിലൂടെയും പരിഹാസത്തിലൂടെയും ഉപദ്രവത്തിലൂടെയും കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഇനി തെറ്റിദ്ധരിക്കരുത്. ഈ കഷ്ടം എന്ന് ഷമീർ പാസ്റ്റർ പറഞ്ഞു. എന്താ ഈ കഷ്ടം? നമ്മൾ വിശ്വാസികളെല്ലാം തെണ്ടികളായി ജീവിക്കണമെന്നാണോ ഈ വാക്കിൻ്റെ അർത്ഥം? അല്ല, അല്ല, അല്ലേ അല്ല. പിന്നെന്താ ഈ കഷ്ടം? ദൈവസഭയ്ക്ക് അഥവാ ദൈവമക്കൾക്ക് കർത്താവിൻ്റെ വരവ് വരെയും പുസ്തകം അംഗീകരിച്ചു തരുന്ന 2 കഷ്ടമുണ്ട്. പുസ്തകം അംഗീകരിച്ചു തരുന്ന 2 കഷ്ടം. കർത്താവ് പറഞ്ഞു, എൻ്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും. ഒരാൾ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നു, ഞാൻ ഈ രക്ഷയുടെ അനുഭവത്തിൽ മാത്രമേ ജീവിക്കൂ എന്ന് പറയുന്ന കാലത്തോളം വരുന്ന ഉപദ്രവം. 2, പുറത്തിറങ്ങി 10 പേരോട് സുവിശേഷം പറയാൻ ഇറങ്ങി നിൽക്കുമ്പോൾ കിട്ടുന്ന ഉപദ്രവം. ഇത് രണ്ടും മരിക്കുവോളം നമ്മിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ്. തെണ്ടിയായി ജീവിക്കണമെന്നല്ല ആ വാക്കിൻ്റെ അർത്ഥം. അപ്പൊ കർത്താവ് നിമിത്തമുള്ള ഉപദ്രവം നമ്മൾ എന്ത് ചെയ്യണം? സ്തോത്രത്തോടെ സഹിച്ച് തന്നെ പോകാൻ പറ്റുള്ളൂ. വേണ്ട, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. ഇപ്പോൾ ഈ ഇരിക്കുന്ന നിമിഷം നിങ്ങൾ മനസാക്ഷിയിൽ സത്യസന്ധമായ ഉത്തരം പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവം നമ്മുടെ നടുവിലുണ്ടല്ലോ. ഈ ഇരിക്കുന്ന നിമിഷം നിങ്ങളോട് ഞാൻ ചോദിക്കുക, ഇനി മുന്നോട്ട് 1 മണിക്കൂർ ആയുസ് എൻ്റെ ദൈവം എനിക്ക് കൂട്ടിത്തന്നാൽ, മുമ്പോട്ടുള്ള ആയുസ്സിനെ കർത്താവ് എനിക്ക് കൂട്ടിത്തന്നാൽ, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ ഭക്തയായി ജീവിക്കണം. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഇന്ന് മുതൽ അങ്ങോട്ട് എൻ്റെ ആയുസ്സിനെ 1 ദിവസമെങ്കിലും ദൈവം കൂട്ടിത്തന്നാൽ ആ ഉള്ള കാലം എനിക്ക് എൻ്റെ കർത്താവിൻ്റെ ഭക്തയായി ജീവിക്കണം എന്ന് തീരുമാനമുള്ളവരെന്ന് ഞാൻ പറയില്ല. കാരണം ചിലപ്പോൾ മനുഷ്യരാണ്, നമ്മുടെ തീരുമാനം ചിലപ്പം തെറ്റിപ്പോകാം. അതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നില്ല. അങ്ങനെ ഒരാഗ്രഹം, അത് തെറ്റില്ലല്ലോ. ഒരാഗ്രഹമുണ്ട്, ഇനി അങ്ങോട്ടുള്ള ആയുസ്സിൽ എനിക്ക് എൻ്റെ കർത്താവിൻ്റെ ഭക്തയായി ജീവിച്ച് മരിക്കണം. അങ്ങനെ ഒരാഗ്രഹം മനസ്സിലുള്ളവരുണ്ടെങ്കിൽ കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞു. ഒത്തിരി സന്തോഷം നിങ്ങൾ സത്യസന്ധമായി പറഞ്ഞതിൽ. ഇനി ഒരു വാക്യം വായിക്കാം. 2 തിമോത്തിയോസ് 3:12. 2 തിമോത്തിയോസ് 3:12. എല്ലാവരും ഇങ്ങോട്ട് നോക്കണേ. 2 തിമോത്തിയോസ് 3:12. എന്നാൽ ക്രിസ്തയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും. അത് മനസ്സുള്ളവർക്കെല്ലാം എന്നാണ് ആ വാക്യം. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം സഭ പറ ഉപദ്രവം. നേരത്തെ ആ മനസ്സുണ്ടെന്ന് പറഞ്ഞവരെല്ലാം ഒന്നുകൂടെ കൈപൊക്കിയേ. നിങ്ങൾക്കെല്ലാം ഈ കൈപൊക്കിയവർക്കെല്ലാം ഈ വചനപ്രകാരം എന്തുണ്ട്? ഉപദ്രവം ഉണ്ടാകാം എന്നാണോ? ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും മാറ്റം വരാത്ത ദൈവവചനം പറയുന്നു എന്തുണ്ടാകും?
ഉണ്ടാകും. ഈ ഉപദ്രവം മാറാൻ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. ഇങ്ങനെയുണ്ട്. സഹിക്കാൻ മേല വർഷം പോകുമ്പോഴും വരുമ്പോഴും എല്ലാം എന്നെ പരിഹസിക്കുന്നു, നിന്ദിക്കുന്നു, വയ്യ, മടുത്തു. അപ്പം ഇത് എന്താ ഒരു പരിഹാരം? ഒന്നുമില്ല, ഒരു 3 ദിവസം വിഷയത്തിൻ്റെ പുറത്ത് കയറി ഇരിക്കുക, ബന്ധനം അഴിക്കുക. അപ്പം നമുക്ക് ഇരിക്കാം. എന്തിനാ? ഉപദ്രവം മാറാൻ. ചുരുക്കി പറഞ്ഞാൽ ഈ ഉപദ്രവം മാറണമെങ്കിൽ നിങ്ങൾ ഈ വചനത്തിലോട്ട് നോക്കിയാൽ മതി. ഈ വചനപ്രകാരം ഈ ഉപദ്രവം മാറണമെങ്കിൽ എന്താ ഒരു വഴി? നീ വചനത്തിലോട്ട് നോക്കിയെച്ചൊന്ന് പറഞ്ഞേ. ഈ ഉപദ്രവം, ഈ പറഞ്ഞിരിക്കുന്ന ഉപദ്രവം ഒന്ന് മാറണമെങ്കിൽ എന്താ വഴി? ഇതിനകത്ത് നോക്കിയിട്ടൊന്ന് കണ്ടുപിടിച്ചേ. ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഉപദ്രവമുണ്ട്. അപ്പോൾ ഈ ഉപദ്രവം മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഭക്തിയോടെ ജീവിക്കാനുള്ള ആ മനസ്സ് ഇന്ന് തന്നെ അങ്ങ് എന്ത് ചെയ്യണം? കളഞ്ഞേക്കണം. അപ്പോൾ ഉപദ്രവം എന്ത് ചെയ്തു? മാറി. മതിയോ? പ്രൈസ് അല്ലാഹ്. എൻ്റെ ദൈവമക്കളെ, വഞ്ചിക്കപ്പെടരുത്. നമ്മൾ പെന്തക്കോസ്റ്റിൽ ഇറങ്ങിയതും ആരാധിക്കാൻ വന്നതും ഇനി ഒരിക്കലും നമുക്കൊരു പ്രതിസന്ധി വരത്തില്ലെന്ന് പറഞ്ഞിട്ടല്ല. അല്ല, നമുക്ക് പ്രതിസന്ധികളെ ഉള്ളൂ, പ്രതികൂലങ്ങളെ ഉള്ളൂ. മനസ്സിലായോ? വടക്കേ ഇന്ത്യയിലൊക്കെ ദൈവദാസന്മാർ ഇന്നും അനുഭവിക്കുന്ന പീഡനങ്ങളും മൃഗീയമായ ക്രൂരകൃത്യങ്ങളും ഒക്കെ അവർ നമ്മളെക്കാൾ മോശക്കാരായതുകൊണ്ട് ഏറ്റുവാങ്ങുന്നതാണെന്നൊന്നും ചിന്തിച്ചേക്കല്ലേ. കരുണയുള്ളത് കൊണ്ട് നമ്മളെ താങ്ങി ദൈവം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ഈ വടക്കേ ഇന്ത്യയിലെ സംഘികൾ പിന്നെ ദൈവദാസന്മാരെ കയറി അടിക്കുന്നത് പോലെ കേരളത്തിലും ഇപ്പോൾ ഏകദേശമൊക്കെ തുടക്കം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വരത്തില്ലെന്നൊന്നും ചിന്തിച്ചേക്കല്ലേ. കർത്താവിൻ്റെ വരെ അടുക്കും തോറും ഷമീർ കൊല്ലം വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റേജിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുക ഈ മീഡിയയുടെ മുമ്പിൽ. ഇവിടെയുള്ള പല ന്യൂ ജനറേഷൻ കൾട്ടുകളും സ്റ്റേജിൽ കയറി നിന്നിട്ട് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു അടുത്ത തലത്തിലേക്ക്, ഉണർവിൻ്റെ അടുത്ത മേഖലയിലേക്ക് ഈ പുതിയ വർഷത്തെ ദൈവം കൊണ്ടുവരുവാണെന്ന് പറയുമ്പോഴും അന്ന് ഞാൻ പറഞ്ഞ വാക്ക് ഇന്നും പറയുന്നു, ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഉപദ്രവമാണ് ഇനി ദൈവസഭ മുന്നോട്ട് നേരിടാൻ പോകുന്നത് ഈ പുസ്തകപ്രകാരം. അല്ലാതെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ചുക്കുമില്ല. പള്ളിക്കകത്ത് കയറി അടിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കൃപയിലൊന്ന് നിൽക്കണമെങ്കിൽ ദൈവവചനത്തിലൊന്ന് ഉറപ്പ് പ്രാപിച്ചോ. പ്രൈസ് അല്ലാഹ്. അപ്പം നമ്മൾ ഇതിൽ നിലനിൽക്കണം. നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞ് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു എന്നാണ് നമ്മൾ വായിച്ചത്. ഞാൻ എന്തിനാണ് ഇത് പറയുന്നത്? ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അകത്തു നിന്ന് തന്നെ പലരും കഠിനപ്പെട്ട് പിന്മാറ്റത്തിൽ പോവുക. കഠിനപ്പെട്ട് മടുത്തുന്ന്. ഈ പൊളിറ്റിക്സ് കണ്ടും കേട്ടും സഭയ്ക്കകത്തെ പൊളിറ്റിക്സുകളും വചനവിരുദ്ധമായ കാര്യങ്ങളൊക്കെ കലർത്തി ഒരു അവിയൽ പരുവത്തിലായിട്ട് ഇനിയിപ്പോൾ എങ്ങോട്ട് പോകാൻ ഒരു നിവർത്തിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരു പരിധി വരെ അങ്ങ് സഹിച്ചിട്ട് പരിധി വിട്ട് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു പോകുക എന്ന് പറയുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തുന്നത്. ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, പുസ്തകം നമ്മളോട് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇതെല്ലാം സഹിച്ചു വേണം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ. അതുകൊണ്ട് കഠിനപ്പെട്ട് പിന്മാറിപ്പോകരുത്. നാം അറിഞ്ഞ സത്യത്തിൽ അന്ത്യത്തോളം നിലനിൽക്കണം. അതുകൊണ്ട് കൃപയിൽ നിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. നാം വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് പറഞ്ഞു. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അപ്പൊ ദൈവമക്കൾക്ക് ഉപദ്രവത്തിലൂടെയും കഷ്ടത്തിലൂടെയും ഒക്കെ കടന്നു പോകണമെന്ന് ഇത്ര കൃത്യമായി ദൈവവചനം പറയുമ്പോൾ അതിന് വിപരീതമായി മറ്റൊരുത്തൻ പ്രസംഗിച്ചാൽ അവനെ വേദപുസ്തകം വിളിക്കുന്നത് എന്താണെന്നറിയോ? ഗലാത്യ ലേഖനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിച്ചു. എന്നാൽ ഞാൻ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി എന്നാൽ ഞങ്ങൾ നിങ്ങളോട് ഇവിടെ അഡ്രസ് ചെയ്യുന്ന ഞങ്ങൾ അപ്പോസ്തലന്മാർ പറയുക, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ആരാ പറ? അവൻ ആരാ? ദൈവമക്കൾ പറഞ്ഞേ, ശപിക്കപ്പെട്ടവൻ. അപ്പൊ അപ്പോസ്തലന്മാർ നമ്മളെ പഠിപ്പിച്ചു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, നാം വിശ്വാസത്തിൽ നിലനിൽക്കണം, അനേക കഷ്ടങ്ങളിൽ കൂടി പോകണം, ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. റോമാലേഖനത്തിൽ പഠിപ്പിച്ചു, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ തേജസ്കരിക്കപ്പെടണമെങ്കിൽ അവനോടുകൂടെ കഷ്ടം സഹിച്ചാൽ അത്രേ.
ഇതെല്ലാം ആര് നമ്മളെ പഠിപ്പിച്ചു? അപ്പോസ്തലന്മാർ പഠിപ്പിച്ചു. ഇതിന് വിപരീതമായി വലിയ അഡ്രസ്സുള്ള ഒരാൾ അപ്പുറത്തെ വലിയ ഹാളിൽ ഓഡിറ്റോറിയത്തിൽ യോഗം നടത്തിയിട്ട് ഇതിന് വിപരീതമായി പഠിപ്പിച്ചാൽ തിരുവചന പ്രകാരം അവൻ ആരാ? നിങ്ങൾ പറ. ഞാൻ പറയുമ്പോഴല്ലേ എല്ലാവരും കൂടെ എൻ്റെ നെഞ്ചത്തോട്ട് കയറുന്നത്. നിങ്ങളെ കൊണ്ട് പറയിക്കുക, പറ. അവൻ ആരാ? ശപിക്കപ്പെട്ടവനാ. അപ്പൊ പുതിയ നിയമത്തിൽ ശാപമുണ്ടോ? അതാണ് ഇപ്പോൾ വലിയൊരു സംഭവമായിട്ട് കിടക്കുക, ശാപം. കഴിഞ്ഞ ദിവസം ഒരു വലിയ വിദ്വാൻ പറഞ്ഞു, 3 തലമുറയ്ക്ക് മുമ്പ് ആരാണ്ട് ഒരു പശുവിനെ കൊന്നു. അപ്പോൾ ആ പശു ഗർഭിണിയായിരുന്നു. അപ്പോൾ ആ ഗർഭിണിയായ പശുവിനെ കൊന്നതുകൊണ്ട് 3 തലമുറ കഴിഞ്ഞിട്ടുള്ള കൊച്ചിന് മക്കളില്ല. അപ്പോൾ ആരുടെ ശാപം? പശുവിൻ്റെ. അതാ ഞാൻ നേരത്തെ പറഞ്ഞ 10ാം ക്ലാസ്സിൽ നിന്ന് നേരെ അംഗനവാടിയിലോട്ട് ശാപമുണ്ട് പോലും. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. നമ്മൾ ഇന്ന് ആ ഒരു ഭാഗവും കൂടെ ഒന്ന് പഠിച്ചിട്ട് തൽക്കാലം നാളത്തേക്ക് വെക്കാം. ശാപമുണ്ടോ? പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ എവിടെങ്കിലും ദൈവം ഏതെങ്കിലും ഒരു മനുഷ്യനെ ശപിച്ചതായി നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പഴയ നിയമത്തിലെ കാര്യത്തിലോട്ട് വരാം, അവിടെ നിൽക്കട്ടെ. പുതിയ നിയമത്തിൽ ദൈവം ആരെങ്കിലും ശപിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അറിവിൽപ്പെട്ട ഉണ്ടോ? പുതിയ നിയമത്തിൽ ശാപഗ്രസ്തനാകുന്ന ആളുകളെ കുറിച്ച് പറയുന്നത് ദൈവം ശപിച്ചിട്ടല്ല അവർ ശാപഗ്രസ്തനാകുന്നത്. പിന്നെയോ ദൈവവചനത്തിന് വിപരീതമായ ഉപദേശം പ്രസ്താവിച്ചാൽ അവൻ എന്തിലാകും? ശാപത്തിലാകും. അതിന് ദൈവമല്ല ഉത്തരവാദി. ദൈവം ആരെയും ശപിച്ചിട്ടില്ല. ഇനി പുതിയ നിയമത്തിൽ ശാപം കിട്ടാൻ സാധ്യതയുള്ള ഒരുത്തനുണ്ട്. അതാരെന്നറിയാവോ? യേശു ക്രിസ്തുവിനെ ഉപേക്ഷിച്ചു പോകുന്നവൻ എങ്ങോട്ട് പോകും? പറ. ശാപത്തിലൂടെ. ഇതൊക്കെ പറയുമ്പോൾ ഒത്തിരി ചിന്തനീയമാണ്. നമ്മുടെ പരിചയത്തിലുള്ള ചില സൗരന്മാരുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർ ആവേശത്തോട് ആദ്യം പറഞ്ഞത്, യഥാർത്ഥമായി യേശുവിനെ സ്വീകരിച്ചവരാരും യേശുവിനെ എന്ത് ചെയ്യില്ല? ഉപേക്ഷിക്കില്ല എന്നാണ് പറയുന്നത്. അത് നമുക്ക് പിന്നാലെ തെളിയിക്കാം, പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. തൽക്കാലം നമുക്ക് ഈ ചിന്ത അങ്ങോട്ട് പോട്ടെ. ക്രിസ്തുവേശുവിനെ ഉപേക്ഷിച്ചു പോയാൽ അവൻ എന്തിലാകും? പറ. ശാപത്തിലാകും. തെളിവ് റോമാലേഖനം 9:3. റോമാലേഖനം 9:3 വായിച്ചു. പൗലോസ് പറയുന്ന വാക്കുകൾ. ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ടു ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലല്ല, ആഗ്രഹിക്കാമായിരുന്നു. ശ്രദ്ധിച്ചേ. ജഡപ്രകാരമുള്ള എൻ്റെ കുടുംബക്കാർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പെന്തക്കോസ്തി വന്നു, ഈ രക്ഷയും സ്നാനവും ഇതെല്ലാം സത്യമാണെന്നൊക്കെ എനിക്കറിയാം പാസ്റ്ററെ. പക്ഷേ എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റത്തില്ല. കാരണം ഞങ്ങളുടെ രക്തബന്ധങ്ങളെന്ന് പറയുന്നത് പള്ളിയിലച്ചന്മാരും കന്യാസ്ത്രീയും കുടുംബക്കാരും ബന്ധുക്കളൊക്കെ വലിയ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ എനിക്കിതൊക്കെ അറിയാം, സത്യമാണെന്നറിയാം. പക്ഷേ അവർക്ക് വേണ്ടിയിട്ട് എനിക്കിപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി എന്ന് പറയുന്ന ആളുകളെ നമ്മൾ കാണാറില്ലേ? ഇതുപോലെ പൗലോസ് പറയുകയാണ്, ജഡപ്രകാരം രക്തബന്ധങ്ങളായ സഹോദരങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ എനിക്ക് ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് എങ്ങോട്ട് പോകാമായിരുന്നു? ശാപഗ്രസ്തനായി പോകാമായിരുന്നു. പക്ഷെ പോയില്ല. അപ്പൊ ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് പോയാൽ അവൻ ശാപത്തിന്റെ അവസ്ഥയിലേക്കാണ് പോകുന്നതെന്ന് തിരുവചനം പറയുന്നു. അതിന് ഇണവാക്യമായിട്ട് മറ്റൊരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 16:22. 1 കൊരിന്ത്യർ 16:22. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. അവിടെ എഴുതി നിർത്തിയേക്കുക. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. ഇനി സ്നേഹിക്കുന്നതിന്റെ മാനദണ്ഡം എന്താ? കർത്താവേ, എനിക്ക് അങ്ങേ എന്ത് ഇഷ്ടമാണെന്നറിയാവോ, ഐ ലവ് യു പപ്പ. അതാണോ സ്നേഹിക്കുന്നതിന്റെ മാനദണ്ഡം? കർത്താവിനെ ഒരാൾ സ്നേഹിക്കുന്നതിന്റെ മാനദണ്ഡം എന്താ? യേശു അപ്പ, ഐ ലവ് യു. അതാണോ? ലവ് യു ലോർഡ് ആണോ? ഇതൊന്നുമല്ല. കർത്താവിനെ ഒരുത്തൻ സ്നേഹിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താന്ന് വേദപുസ്തകം പറയുന്നത് എന്താ? എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അല്ലേ? കർത്താവിന് എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും എൻ്റെ കൽപ്പനകളെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ, നിങ്ങൾ വിളിച്ചു, ഞാൻ വിളിച്ചെന്ന് പറയല്ലോ ആരെയും കള്ളനും, തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്നതിൻ്റെ മാനദണ്ഡം വചനത്തിൽ നിൽക്കുക എന്നുള്ളതാണ്. കർത്താവിനെ സ്നേഹിക്കാത്തവൻ, അതിൻ്റെ അർത്ഥം എന്താ? വചനം വിട്ട്
പോയവൻ. അപ്പോൾ പൗലോസ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും ഈ സ്റ്റേറ്റ്മെൻറ്റും കൂടെ ഒന്ന് ചേർത്ത് നോക്ക്. കൃപയിൽ നിന്ന്, വചനത്തിൽ നിന്ന് കർത്താവിനെ ഉപേക്ഷിച്ച് പോയാൽ, ഈ രണ്ട് വേദഭാഗവും പഠിപ്പിക്കുന്നവൻ എങ്ങോട്ടാ? ശാപത്തിൽ ശപിക്കപ്പെട്ടവൻ. ഇവിടെയാണ് എൻ്റെ ചോദ്യം. ഈ കർത്താവിനെ സ്നേഹിച്ചും സേവിച്ചും ആരാധിച്ചും ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് എവിടുന്നാ ശാപം? പ്രൈസല്ലോ. പിന്നെന്ത് ശാപം ദൈവകുഞ്ഞുങ്ങൾക്കുള്ള? ഒന്നുമില്ല. അപ്പോൾ പിന്നെ ശാപം പിടിക്കാൻ എവിടെ പോകണം? പഴയ നിയമത്തിൽ പോകണം. പഴയ നിയമത്തിൽ എവിടാ ശാപം? ന്യായപ്രമാണത്തിലെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചാൽ അനുഗ്രഹം, കൽപ്പനകൾക്ക് വിരോധമായി ജീവിച്ചാൽ ശാപം. ഓക്കെ. അപ്പോൾ പിന്നെ ഗലാത്യ ലേഖനത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും ക്രിസ്തു നമ്മെ വിലയ്ക്ക് വാങ്ങി. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് ക്രൂശ് മരണത്താൽ നമ്മൾ എന്ത് ചെയ്തു? വിടുവിക്കപ്പെട്ടു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം കൊണ്ട് തീരാത്ത ശാപമാണ് ശാപം മുറിക്കുന്ന ആളുകൾ മുറിക്കാൻ നടക്കുന്നത്. അപ്പോൾ കർത്താവിനേക്കാളും വലിയ പുള്ളികളാണ്. കർത്താവിന് ക്രൂശി പറ്റിയില്ല, ഇച്ചിരി പുള്ളിക്ക് നടന്നില്ല, അതുകൊണ്ട് ഞങ്ങളെ ഏൽപ്പിച്ചേക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇനി ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവരെല്ലാം പ്രയോഗിക്കുന്ന ഒരു വാക്യം കൂടെ ഉണ്ട്. വെളിപ്പാട് പുസ്തകം 22:3 വായിച്ചു. വെളിപ്പാട് പുസ്തകം 22:3. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ഈ വാക്യ യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. പോയിന്റ് ശ്രദ്ധിച്ചേ. യാതൊരു ശാപവും ഇനി ഉണ്ടാവുകയില്ല. എന്താ അതിന്റെ അർത്ഥം? വെളിപ്പാട് 22 പറയുന്നത് യാതൊരു ശാപവും ഇനി ഉണ്ടാവുകയില്ല. അപ്പൊ അതിന്റെ അർത്ഥം വെളിപ്പാട് 22 എത്തുന്നത് വരെ എന്തുണ്ട്? ശാപം ഉണ്ടെന്നാണ് പഠിപ്പിക്കുന്നത്. മനസ്സിലാവുന്നോ? ജനത്തെ വഞ്ചിക്കുന്ന പിശാചിന്റെ തന്ത്രം മനസ്സിലാക്കണം. യാതൊരു ശാപവും ഇനി ഉണ്ടാവുകയില്ല, അതുകൊണ്ട് അവിടെ എത്തുന്നത് വരെ ശാപം ഉണ്ടെന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയൊരു കോമഡി കേട്ടോണം. ഇനി ഒരു വാദത്തിന് വേണ്ടി അങ്ങനെയാണെന്ന് വെച്ചോ, വെളിപ്പാട് 22 എത്തുന്നത് വരെ ശാപമുണ്ട്, അതുകൊണ്ടാണ് കുഞ്ഞമ്മ രോഗിയായത്, അച്ചായൻ്റെ ജോലി പോയത്, പിന്നെ മോൻ്റെ കല്യാണം മുടങ്ങിയത്, ഇതെല്ലാം ശാപം എന്നൊക്കെയാ പറയാം. വെളിപ്പാട് 22 എത്തുന്നത് വരെ ശാപമുണ്ട്, അന്നേ ഇത് മാറുള്ളൂ എന്ന് പറയുന്ന അതേ ആളുകളുടെ വായിൽ നിന്ന് വരുന്നൊരു കോമഡിയാണ് ഞാൻ പറയുന്നത്. ഇത് വെളിപ്പാട് 22 മാറുള്ളൂ എന്ന് ഇവർ പറയുന്നെങ്കിൽ പിന്നെ അതിനു മുമ്പ് എങ്ങനെ മുറിക്കും? നിങ്ങൾ പറ. ഇത് വെളിപ്പാട് 22 വരെ ഇതുണ്ട്, അപ്പോഴേ ഇത് മാറുള്ളൂ, പിന്നെ എങ്ങനെ മുറിക്കും? അപ്പൊ പിന്നെ ഇവർ തലകുത്തി എന്ന് പ്രാർത്ഥിച്ചാൽ ഇത് മാറുമോ? അയ്യോ, ആരും മുണ്ടുന്നില്ല. നിങ്ങളെല്ലാം എന്തോ അത്ഭുതം കണ്ട പോലെ ഇരിക്കുന്നത്. ദൈവവചനത്തെ തെറ്റിച്ചു പഠിപ്പിക്കുക. അപ്പൊ വെളിപ്പാട് പുസ്തകത്തിൽ യാതൊരു ശാപവും ഇനി ഉണ്ടാവുകയില്ല എന്ന് പറയുന്നതിന്റെ അതിന്റെ മറുപടി എന്താ പാസ്റ്ററെ? അതാദ്യം പറയാം. വെളിപ്പാട് പുസ്തകം 22 പറയുന്ന ശാപം എന്താ? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? നീ ഇത് ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കൂ. ഇപ്പോൾ എൻ്റെ സ്നേഹിതനായിരിക്കുന്ന വിനോദ് ബ്രദർ, ഞങ്ങൾ ഇവിടെ ബഹറിന് വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ബന്ധമാണ്. വിനോദ് ബ്രദറിനോട് ഞാൻ പറയാണ്, വിനോദ, നീ ഒരാൾ കാരണമാണ് ആ കാറ് കത്തിയത്. ഒന്ന് ശ്രദ്ധിക്കുക, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. വിനോദ, നീ കാരണമാണ് ആ കാറ് തീ പിടിച്ചത്, കത്തിയത്. നീ ഒരാൾ കാരണമാണ്, നീ നിമിത്തമാണ് ആ കാറ് കത്തിയത് എന്ന് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിനോദ് കത്തിയെന്നാണോ കാറ് കത്തിയെന്നാണോ? നിങ്ങൾ പറ. ഇവിടെ കത്തിയതാരാ? കാറാ. പക്ഷെ അതിന്റെ കാരണക്കാരനാരാ? വിനോദ. എന്നതുപോലെ ദൈവം ആദമിനോട് പറയാം, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു. ശപിക്കപ്പെട്ടത് എന്താ? ഭൂമി. കാരണക്കാരനാരാ? മനുഷ്യൻ ചെയ്ത കൽപ്പനാ ലംഘനം നിമിത്തം. പക്ഷെ ശാപം ഏറ്റതാർക്കാ? ഭൂമിക്ക്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ എന്തുകൊണ്ട് ഇങ്ങനൊരു വാക്യം വന്നു? 22-1 വായിച്ചാൽ മതി, 3-ന്റെ സംശയം തീരും. ഒന്ന് വായിക്ക. വീതിയുടെ നടുവിൽ 22-1. വായിച്ചോ. വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. 21-ന്റെ 1 വായിരുമോനെ. 21-ന്റെ 1. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. കിടക്കുന്ന ഉത്തരം. നിക്കട്ടെ. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. സമുദ്രവും ഇനി ഇല്ല. നിക്കട്ടെ. ഇപ്പൊ ഉത്തരം കിട്ടിയോ? നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ?
ഉൽപ്പത്തി പുസ്തകത്തിൽ ശപിക്കപ്പെട്ട ഭൂമി വെളിപ്പാട് പുസ്തകം 21 അധ്യായപ്പോൾ പോയി. എന്നിട്ട് എന്ത് വന്നു? പുതിയ ആകാശവും പുതിയ ഭൂമിയും വന്നു. അപ്പോൾ യാതൊരു ശാപവും ഇനി ഉണ്ടാകത്തില്ല, കാരണം ഭൂമി മാറി. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ 21 കിടക്കുന്ന ഉത്തരം പഠിപ്പിക്കാതെ 22 വാക്യം എടുത്തിട്ട് ജനത്തിൻ്റെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി, നിങ്ങൾക്ക് ശാപമുണ്ട് ശാപമുണ്ട് ശാപമുണ്ടെന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിച്ച് 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 പണം തട്ടുന്ന ഒന്നാന്തരം കൊള്ള സംഘമാണ് ശാപം മുറിക്കാൻ നടക്കുന്ന കള്ളന്മാർ. മനസ്സിലായോ? ഇനി ദൈവവചന പ്രകാരം നമുക്കൊരുത്തനോട് എങ്ങനെ പറയാൻ സാധിക്കും? സിമ്പിളാ. ഈ രക്ഷ അറിയാതെ, യേശുക്രിസ്തുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി ഹൃദയത്തിൽ സ്വീകരിക്കാതെ ലോകപ്രകാരം ജീവിക്കുന്ന ഒരുത്തനോട് നമുക്ക് പറയാൻ കഴിയും, നീ ശാപത്തിലാണ് ജീവിക്കുന്നത്, നിന്റെ ശാപം മാറണമോ? കർത്താവായ യേശുക്രിസ്തുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി ഹൃദയത്തിൽ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് രക്ഷ പ്രാപിച്ചാൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ അകത്ത് വസിക്കുവാൻ ഇറങ്ങി വരും. നീ ശാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ ഒരിക്കലും ശാപത്തിലല്ല ദൈവമക്കളെ. ശാപം മുറിക്കാൻ വരുന്ന ഈ വട്ടന്മാരടുക്ക കൊണ്ടുപോയി തല വെച്ചു കൊടുത്ത് കൃപയിൽ നിന്ന് പുറത്തു പോകരുത്. ഇതൊന്നും കേൾക്കാൻ ആർക്കും താല്പര്യമില്ല. എന്താ കാര്യം എന്നറിയോ? ഞാൻ ഈ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരാള് ശരീരത്തിലൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ എന്തോ ഒരു ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പുള്ളി അവിടെ ചെന്നപ്പോൾ ലാബിൽ ചെന്നപ്പോൾ ലാബുകാർ പറഞ്ഞു, സാർ ഞങ്ങൾക്കൊരു ഓഫർ വന്നിട്ടുണ്ട്. എന്താണ്? 5000 രൂപയുടെ ഒരു പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സകല ടെസ്റ്റുകളും നടത്തി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അച്ചായൻ ആവേശത്തോടെ 5000ൻ്റെ ടെസ്റ്റ് അങ്ങ് നടത്തി. ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഒരു റിസൾട്ടിൽ ഒരു കുഴപ്പവും ഇല്ല. ഉടനെ പുള്ളിക്ക് ഭയങ്കര നിരാശയായിട്ട്, വെറുതെ 5000 രൂപ പോയി, എൻ്റെ ആവശ്യമില്ല, വെറുതെ അയ്യോ എന്തിനോ 5000 രൂപ ഉണ്ട്. അതേസമയം എന്തെങ്കിലുമൊക്കെ ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞെങ്കിൽ ഒരു സന്തോഷം. ഇതാണ് ദൈവമക്കളുടെയും പ്രശ്നം. കൃപയുള്ള ദൈവദാസന്മാർ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ വളരെ നല്ല ആത്മീയ അന്തരീക്ഷം ദൈവം ഈ കുടുംബത്തിൽ തന്നിട്ടുണ്ടല്ലോ, എന്തൊരു വെളിച്ചമാണ്, സന്തോഷം, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയും. ഉള്ളിക്ക് വലിയ കൃപയൊന്നും ഇല്ല. വേറൊരുത്തം വന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു ബന്ധനമുണ്ട്, ഒരു ടാർപ്പ കെട്ടുന്ന രംഗം എന്നെ കാണിക്കുന്നു, ഉയ്യോ ഇതൊരു സന്തോഷമായെന്നറിയാമോ. പിന്നെ പുള്ളിയെ മാനിച്ച് കൊണ്ടുപോയി സൽക്കരിച്ചു. കാരണം എന്താ? നമ്മുടെ വീട്ടിൽ ടാർപ്പ കെട്ടാൻ പോകുന്നെന്ന് മുമ്പേ കൂട്ടി പറഞ്ഞു തന്നില്ലേ. ഇപ്പൊ പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ പോലെ. മനസ്സിലാവുന്നുണ്ടോ മലയാളിയുടെ ഒരു പ്രശ്നം? എടാ, നമ്മളെല്ലാം പ്രാർത്ഥിക്കേണ്ട ദൈവമേ ഒരു ദോഷവും ഇല്ലാതെ പോണെന്നല്ലേ ആശിക്കേണ്ടത്. അതിന് പകരം എന്തെങ്കിലും ബന്ധനം ഉണ്ട്, ഇനി അത് അഴിക്കാൻ പുള്ളി 3 ദിവസം വിഷയത്തിൻ്റെ പുറത്ത് കയറിയിരിക്കണം. അതോടെ കുടുംബം കലങ്ങി ഒരു വഴിക്ക് ആവുകയും ചെയ്യും. അപ്പം നമ്മുടെ ആൾക്കാരുടെ അറിവില്ലായ്മ ഈ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ശാപം എന്ന് പറഞ്ഞ് നോക്കൂ, മനുഷ്യൻ ഉൽപ്പത്തി പുസ്തകത്തിൽ പോലും മനുഷ്യനെ ദൈവം ശപിച്ചില്ല. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ആദമിനോട് കൽപ്പിച്ചത് ഹവ്വായോട് കൽപ്പിച്ചതെന്നേ ഉള്ളൂ. ഉൽപ്പത്തി പുസ്തകത്തിൽ ശപിക്കപ്പെട്ട 2 കക്ഷികളാണ്. ഒന്ന് ഭൂമി, മറ്റൊന്ന് പാമ്പ്. പിശാചിനെ അല്ല, പാമ്പ്. പിശാച് ഉപയോഗിച്ച പാമ്പ്. ആ പാമ്പിനോട് പറഞ്ഞു, നീ ആയുഷ്കാലമൊക്കെയും ഉരസ് കൊണ്ട് ഗമിച്ച് ഭൂമിയിലെ പൊടി തിന്നും, ചാകുന്നവരെ ഇയാൾ ഇഴഞ്ഞു നടന്നാൽ മതി. അത് കിട്ടി, പണി കിട്ടി. ഭൂമിക്കും മുള്ളും പറക്കാരെയും മുളയ്ക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഭൂമിയും ശപിക്കപ്പെട്ടു പോയി. ഇതല്ലാതെ മനുഷ്യനെ ഈ പുസ്തകം മുഴുവൻ ആവർത്തിച്ച് പഠിച്ചാൽ ഈ മനുഷ്യനെന്ന് പറയുന്ന ഈ ഇരുകാലിയെ ഇത്രമേൽ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ അല്ലാണ്ട് എന്തോരം ഈ നമ്മൾ പലപ്പോഴും അതിശയിച്ചു പോവുക. ഈ എന്തെല്ലാം വന്നിട്ടും മനുഷ്യൻ്റെ പിറകെ എന്താ, നമ്മളിത് മലയാള നാട്ടുഭാഷ പറഞ്ഞാൽ ഇങ്ങനെ, എടാ ഞാൻ പട്ടിയെപ്പോലെ നിൻ്റെ പുറകെ നടക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഈ ഇത്രയും സ്വർഗത്തിൽ മഹത്വത്തോടു കൂടി ഇരിക്കുന്ന ദൈവം ഇങ്ങനെ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ഈ പുസ്തകത്തിൽ കാണാൻ ഉള്ളത്. അത്രമേൽ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. സ്തോത്രം. അപ്പോൾ മനുഷ്യനെ ഒന്നും ദൈവം ശപിച്ചിട്ടില്ല. പിന്നെ പറഞ്ഞു മക്കൾ, എന്നിട്ട് പറയാണ്, വിവാഹം കഴിഞ്ഞ് 1-2 വർഷത്തിനുള്ളിൽ മക്കൾ ജനിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ശാപത്തിലാന്ന്. വലിയ ഡിഗ്രി ഉള്ള പുള്ളിയല്ലേ പറയുന്നത്. അപ്പോൾ അബ്രഹാം ശാപത്തിലായിരുന്നു.
ഹന്ന ശാപത്തിലായിരുന്നു, സക്കരിയാവും എലിശബത്തും ശാപത്തിലായിരുന്നു. ഇന്നും സഭയിൽ മക്കളില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ ശാപത്തിലാണോ? അമ്പലത്തിൽ പോയി ഉരുളി കമഴ്ത്തിയിട്ട് ഇരട്ട പ്രസവിച്ച ഒരു ശാപം മുറിഞ്ഞോ? ഉണ്ടെന്നില്ല ആരും. അപ്പോൾ അവരുടെ ശാപം മുറിഞ്ഞോ ഉരുളി കമഴ്ത്തിയപ്പോൾ? എന്തെല്ലാം വിഡ്ഢിത്തരങ്ങളാണ് ദൈവമക്കളുടെ ഇടയിലേക്ക് പഠിപ്പിച്ചു കയറ്റുന്നത്. എന്തിനാ? ഈ കൃപയിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ച് കളയാനുള്ള തന്ത്രങ്ങളാണിതൊക്കെ. അതുകൊണ്ട് ദൈവമക്കളെ മനസ്സിലാക്കണം, നാം കൃപയിൽ നിലനിൽക്കണം, കൃപയിൽ നിലനിൽക്കണം. ആ കർത്താവിൻ്റെ വരവ് വരെ, അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നവരെ നാം അറിഞ്ഞ ദൈവകൃപയിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. അത് വലിയ വെല്ലുവിളിയാണ്. കാരണം നമ്മൾ നിൽക്കുന്നത് കളിക്കളത്തിലല്ല, യുദ്ധക്കളത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നാം കൃപയിൽ നിലനിൽക്കണമെന്ന് ദൈവവചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. 1-2 ഭാഗം കൂടെ വായിച്ചേച്ച് നമുക്ക് ഇന്നത്തെ ചിന്ത നാളത്തേക്കാക്കി വിശദീകരിച്ച് നമുക്ക് നാളെ തുടരാം. എന്തുകൊണ്ട് കൃപയിൽ നിലനിൽക്കണം എന്ന് ദൈവവചനം പറയുന്നു? എന്തുകൊണ്ട് പറയുന്നു? ഉത്തരം, തെറ്റിപ്പോകാൻ സാധ്യതകളുള്ള പോർക്കളത്തിലാണ് നിൽക്കുന്നത്. വായിക്കാം ഒരു വാക്യം, എഫേസ്യ ലേഖനം 4:14. വേഗം വായിച്ചാട്ടെ. എഫേസ്യ ലേഖനം 4:14. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ ആയിരിക്കരുത് എന്ന് പറയുന്നു. ശ്രദ്ധിച്ചേ, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ. അപ്പൊ ഇതുണ്ടോ? മനുഷ്യന്റെ ചതി, ഉപായം, വഞ്ചന, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുമെന്ന് തെറ്റിച്ച് കളയാനുള്ള മുന്നറിയിപ്പ് തരുക. തെറ്റിച്ച് കളയാൻ സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങൾ ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കരുത്. ശ്രദ്ധിച്ചു, രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവവചനം പറയുന്ന ഒരു പ്രധാനപ്പെട്ട പദമാണ്, ഒരുവൻ രക്ഷിക്കപ്പെടുന്ന നിമിഷം അവനൊരു കുഞ്ഞ, അല്ല, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ. എന്നാൽ അവൻ എന്ത് ചെയ്യണം? വചനം എന്ന മായമില്ലാത്ത പാൽ കുടിച്ച് ക്രിസ്തു എന്ന തലയോളം വചനത്തിൽ വളരണം. വചനത്തിൽ വളരണം. ഈ വചനത്തിലെ വളർച്ച ഇല്ലാത്തിടത്താണ് ഈ തന്ത്രങ്ങൾ വിജയിക്കുന്നത്. ഒരു പരിധി വരെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ബ്രദറൻ സമൂഹത്തിനിടയിൽ നിങ്ങൾ നോക്ക്, ഈ മാതിരി വെകിളികളൊക്കെ അവിടെ ചെന്ന് കയറുമോ? ഇമാതിരി ഒറ്റ വെകിളികളും അവിടെ കയറിയല്ല. എന്താ കാര്യം? വാക്യം വെക്കടാന്ന് പറയും. ഏത് വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലായി ചെയ്യുന്നതെന്ന് വാക്യം വെക്കടാന്ന് പറയും, അവിടെ തീരുക. മനസ്സിലായോ? അത്രയെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ മതി. ഇത് ചെയ്യുന്നത് ഏത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഒരാൾ, അതെങ്ങനെയാ? സഭയിൽ ഒരാൾ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അവനാണ് ആ സഭയിലെ ഏറ്റവും വലിയ പാപി. ഇത് ദൈവവചനപ്രകാരം ഇത് ശരിയാണെന്ന് ചോദിച്ചാൽ പിന്നെ അവനായി പാപി. അവൻ പിന്നെ ഒറ്റപ്പെട്ടു. അവൻ പിന്നെ അവൻ്റെ മേൽ പിന്നെ ഇല്ലാത്ത കുഴപ്പമൊന്നുമില്ല, സകല ദോഷവും അവൻ്റെ മേൽ വെച്ചിട്ട് സഭ ഒരുമിച്ച് കൂടി അവനെ പിന്നെ സഭയിൽ നിന്ന് പുറത്താക്കിയിട്ട് നമ്മൾ ഓണക്കളി കളിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അതൊക്കെ നമുക്ക് നാളെ വിശദീകരിച്ച് പറയാം. ഒത്തിരി പറയാനുണ്ട്. നാളെ വരാൻ മനസ്സുണ്ടെങ്കിൽ. സ്തോത്രം. എൻ്റെ ദൈവമക്കളെ, വഞ്ചിക്കപ്പെടരുത്. ചതിക്കുന്ന തന്ത്രങ്ങൾ, ഉപായങ്ങൾ. ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ. ഒരു വാക്യം കൊണ്ടല്ലല്ലോ ഉപദേശം സ്ഥാപിക്കേണ്ടത്, അതുകൊണ്ടാണ് ഈ വാക്യങ്ങൾ വായിക്കുന്നത്. 2 പത്രോസ് 3:17. 2 പത്രോസ് 3:17. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനതയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണുപോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. ആരോടാ പറയുന്നത്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്നവരോട് പറയുക, സ്ഥിരത വിട്ട് വീണുപോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പൊ വീണുപോകാൻ സാധ്യതയുള്ള പോർക്കളത്തിലാണ് നിൽക്കുന്നേ. മനസ്സിലായോ? വീണുപോകാതിരിപ്പാൻ മുന്നറിയിപ്പ്, സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇനി നാളത്തേക്ക് വെക്കാനുള്ള ഒരു ചിന്തയും കൂടെ വായിച്ചു നിർത്തി നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിയോഗിക്കപ്പെട്ടവർ സ്വോത്ര കാഴ്ചയ്ക്കും വചന ശുശ്രൂഷയ്ക്കും വേണ്ടി ചേർത്ത് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ഒരു വാക്യം കൂടെ വായിച്ചു വെക്കാം. നമുക്ക് നാളെ ആദ്യം അങ്ങോട്ട് തുടങ്ങാം. 2 കൊരിന്ത്യ ലേഖനം 11:2 വാക്യം വായിച്ച് നമുക്ക് തൽക്കാലം പ്രാർത്ഥിച്ച് നിർത്താം. വായിച്ചു. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. പൗലോസ് പറയുക, എടാ, നാട്ടിൽ എത്ര ഉപദേശിമാരുണ്ട്, അവർക്കാർക്കും ഇല്ലാത്ത എരി, താങ്കൾക്ക് എന്താ ഇത്ര എരി? നമ്മളോടും ഒക്കെ ചിലർ ചോദിക്കുക, ഇവിടെ എത്രയോ പാഷന്മാരുണ്ട്, അവർക്ക് ആർക്കും ഇല്ലാത്ത, നിങ്ങൾ മാത്രം എന്തിനാ ഈ കിടന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവട്ടെന്ന്. ഒരു കാര്യം മനസ്സിലാക്കണം, പേരിന് പോലും ഒരു സഭ ഇല്ലാതിരുന്ന കൊരിന്തെന്ന പട്ടണത്തിൽ കടന്നു വന്ന് അവിടെ ഒരു ദൈവസഭ ഉരുവാക്കിയെടുക്കാൻ
അതിൻ്റെ പിന്നിൽ ആ മനുഷ്യൻ അനുഭവിച്ച ഉപദ്രവങ്ങളും ഉറക്കളപ്പും അടിയും ഇടിയും പട്ടിണിയും പരിവട്ടവും എല്ലാം നിരത്തി എഴുതി വച്ചിരിക്കുന്ന ഒരു ചിത്രമുണ്ട് പുസ്തകത്തിൽ. ഞാൻ പറയാം, ഒരു സഭ ഒരു ദേശത്ത് ഉരുവാക്കിയെടുക്കാൻ അതിൻ്റെ പിന്നിൽ വില കൊടുത്തവർക്ക് എരിയും. മനസ്സിലായോ? ഒന്ന് വന്ന് പ്രസംഗിച്ച് കിട്ടുന്ന മേടിച്ചുകൊണ്ട് പോകുന്നവർക്ക് എരിയേണ്ട കാര്യമില്ല. പക്ഷെ ഒരു സഭ ദേശത്തിൽ നിലനിൽക്കാൻ അതിൻ്റെ പിന്നിൽ വില കൊടുത്തവർക്ക് എപ്പോഴും എരിയും. മനസ്സിലായോ? ഒരു സഭ സ്ഥാപിക്കാൻ വില കൊടുക്കപ്പെട്ട മനുഷ്യന്മാരുണ്ട്, അവർക്ക് ഇച്ചിരി എരിവുണ്ടാവും. സ്തോത്രം. എരിയുന്നു. എന്താ എരിയുടെ കാരണം? വായിച്ചോ. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അതിനെന്നാ പൗലോസേ? നിശ്ചയം ചെയ്തെങ്കിൽ ഉടനെ എന്ത് നടക്കും? കല്യാണം നടക്കും. അതിന് താങ്കൾ എന്തിനാ ഈ ചുമ്മാ അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കുന്നേ? ഒരു പ്രശ്നമില്ല. നമ്മൾ സീലടിച്ച് ഉറപ്പ് വരുത്തിയേക്കുമല്ലേ, നിശ്ചയം കഴിഞ്ഞു, കല്യാണം നടക്കുമെന്ന് ISI മാർക്കിട്ട് വെച്ചേക്കുമല്ലേ, പിന്നെ എന്തിനാ ഈ ടെൻഷൻ? ടെൻഷന്റെ കാര്യം എന്താണെന്നും കൂടെ ഒന്ന് ചോദിക്കാം. എന്നാ പൗലോസേ പ്രശ്നം എന്താ? അടുത്ത വാക്ക്. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ്, ആരാ നിങ്ങൾ? പറ. കൊരിന്ത് ലേഖനത്തിലെ വിശ്വാസികളായ വിശുദ്ധന്മാരുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ചുമ്മാ പൗലോസേ, താങ്കൾക്ക് ഈ രക്ഷയെക്കുറിച്ച് വലിയ ഉറപ്പില്ല. അതാ, ഈ രക്ഷയെക്കുറിച്ച് നല്ല ഉറപ്പുള്ളവരാരും ഭയപ്പെടത്തില്ല. എൻഗേജ്മെന്റ് കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്താ വിഷയം? കല്യാണം നടക്കുക, ഇനിയിപ്പോൾ ഇത്ര പേടിക്കുന്നത് എന്തിനാ? യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ പൗലോസിന് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലായിരുന്നോ ഈ പുള്ളി ഇങ്ങനെ അനാവശ്യമായിട്ട് ഭയപ്പെടാൻ? പൗലോസിൻ്റെ ഭയത്തിന് വളരെ ഗൗരവമുണ്ട്. എന്താ അദ്ദേഹം ഇങ്ങനെ ഭയപ്പെടാൻ കാരണം? അതിന്റെ കാരണമാണ് അടുത്ത വാക്യം. എന്താ? ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നു, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവിനെ നിങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നു, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷം നിങ്ങളുടെ അടുക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതിനെ നിങ്ങൾ ഇത് വെറുക്കേണ്ടതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക? പൊറുക്കുന്നു. കൈയടിച്ച് പിമ്പിരി കയറുക. ഇത് കാണുമ്പോഴാണ് എനിക്ക് ഭയം. പൗലോസിന്റെ ഭയത്തിന്റെ കാരണം എന്താ? ഇവിടെ വേറൊരു യേശു പ്രസംഗിക്കപ്പെടുന്നു. ഏതാ? അപ്പോസ്തലന്മാരായ ശിഷ്യന്മാർ പ്രസംഗിച്ച യേശു ഏതാ? ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വെറുതെയാണ് എന്ന് പറഞ്ഞ ആ യേശു മാറിയിട്ട് ഇപ്പം വേറൊരു യേശു ഇവിടെ അവതരിച്ചിരിക്കുന്നു. ഏതാ? ബിസിനസ് തകർച്ചയോ ഭാരപ്പെടണ്ട, കടഭാരമോ ശങ്കിക്കണ്ട. ഇതാ യേശു നിങ്ങളുടെ ബിസിനസ്സിനെ മാറ്റാൻ പോകുന്നു. ആ ചേച്ചിയുടെ കഷണ്ടിയിൽ യേശു മുടി കിളിർപ്പിക്കാൻ പോകുന്നു. അതുകൊണ്ട് ആ ചേട്ടൻ്റെ പല്ലിൻ്റെ പോട് യേശു അടയ്ക്കുകയാണ്. യേശുവിൻ്റെ ഒരു ഗതികേട്. പല്ലിൻ്റെ പോടടയ്ക്കുക, കഷണ്ടി മുടി കിളിർപ്പിക്കുക. എന്തൊരു ഗതികേടാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇത് ചിരിച്ചു കളയാനല്ല, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവ കൃപയിലേക്ക് കടന്നു വന്ന ഒരു ദൈവമക്കൾക്ക് ശരീരത്തിൽ രോഗം വരത്തില്ലെന്ന് പഠിപ്പിക്കുന്ന ബൈബിൾ ഏതാണെന്ന് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം. ഈ യേശുക്രിസ്തു കഴിഞ്ഞാൽ വേദപുസ്തകത്തിൽ അടുത്തൊരാൾ ആരാണ് ഏറ്റവും എന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാം ഒറ്റ പേരെ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരാ? പൗലോസ്. ആ മനുഷ്യൻ തൻ്റെ ശരീരത്തിലെ രോഗാവസ്ഥ നീങ്ങിപ്പോകാൻ പലവട്ടം പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, തൽക്കാലം മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല, അതിലൂടെ കടന്നു പോകാനുള്ള കൃപ അങ്ങോട്ട് തരും, അത് മതി. ചിലർക്ക് അങ്ങനെ, ചിലത് പ്രാർത്ഥിച്ചാലും കർത്താവ് പറയും, നീ എൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഇത് മാറിയാൽ പിന്നെ നീ ഇരിക്കുകയല്ല, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ഇരിക്കാൻ വേണ്ടി അതവിടെ വെച്ചേക്കുക, സഹിക്കാനുള്ള കൃപ തരാം. അതിൻ്റെ അപ്പുറത്ത് രക്ഷിക്കപ്പെട്ട ആത്മാവും രക്ഷിക്കപ്പെടാത്ത ജഡവുമായി ജീവിക്കുന്ന ദൈവമക്കൾക്ക് രക്ഷിക്കപ്പെടാത്ത ജഡത്തിൽ കഷ്ടമുണ്ട്, പ്രതികൂലമുണ്ട്, രോഗമുണ്ട്. പൗലോസ് പറയുന്നു, കൂടാരമാകുന്ന ഈ ഭൗമഭവനം എങ്ങനെയെങ്കിലും പൊളിഞ്ഞാലേ എനിക്ക് കൈപ്പണിയല്ലാത്ത ഭവനത്തിൽ എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. അതാണ് എൻ്റെ പ്രത്യാശ.